عليكم السلام ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشوارحه ولحواشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ ലൈവ് നേരത്തെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ദർസ് നിർത്തുകയാണ് ചെയ്തത്. ഇന്നലെ തന്നെ വലിയ ശുദ്ധിയുടെ കാരണങ്ങളായ 4 ഓതണം എന്നുദ്ദേശിച്ചതായിരുന്നു. അത്രയേ ഉള്ളൂ വിഷയവും. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു ലൈവ് ഉള്ളതുകൊണ്ട് പകുതി ഓതി നിർത്തി. ബാക്കി പകുതി അഥവാ 4 കാര്യങ്ങളിൽ മനിയ് പുറപ്പെടുക, സംയോഗം ചെയ്യുക, ഇങ്ങനെ 2 കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഹൈറ്, നിഫാസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് ഓതാനുള്ളത്. ആര്യരാജിക്ക് പറഞ്ഞേക്കന്നെ പറയുമ്പോ ചിലപ്പോ പൊറുതിയോട് കരുതരുത്. ഇസ്ലാം ദീനിൽ ലൈംഗിക വിദ്യാഭ്യാസം വിജൂബാക്കിയ മതമാണ്. സമീപകാലത്ത് സ്കൂളുകളിൽ, ഹൈസ്കൂളുകളിൽ ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോ ആളുകൾക്ക് അതെന്തോ ഒരു ബേജാറ്. എന്താ പഠിച്ചാണ് ഈ പറയുന്നത്? അല്ലാതെ തന്നെ ഈ മക്കള് ലോകത്തില്ലാത്ത എല്ലാ ഫസാദും ഉണ്ട്. ഞാൻ അതിന്റെ ഇടയ്ക്ക് ലൈംഗിക വിദ്യാഭ്യാസം കൂടി കൊടുത്താൽ എന്തായിരിക്കും ഇപ്പൊ അതിന്റെ കഥ? അതല്ല ലൈംഗിക വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആകത് കുട്ടിച്ചോറാക്കലല്ല, മറിച്ച് ഓരോന്നിനെയും യഥാവിധി മനസ്സിലാക്കി ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമാണല്ലോ ലൈംഗിക വിഷയം. ഒരു പ്രായപൂർത്തിയെത്തിയ സ്ത്രീയെ സംബന്ധിച്ചും പുരുഷനെ സംബന്ധിച്ചും അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ലൈംഗിക ജീവിതം എന്നത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ എല്ലാ കാര്യത്തിനും കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും ചിട്ടകളും ഉള്ളതുപോലെ ലൈംഗിക വിഷയങ്ങൾക്കും വളരെ കൃത്യമായ ചിട്ടകളും വിധിവിലക്കുകളും ബാധകമാണ്. അത് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ്, എങ്ങനെയാണ് അരുതാത്തത്, എങ്ങനെയാണ് ആവാത്തത് എന്നത് പഠിച്ചേ പറ്റൂ. അതൊരു മുസ്ലിമായ ഓരോ ആണ് പെണ്ണിന്റെയും പേരിൽ ഉജൂബ. അനുരാജിക്ക് ഉണർത്തിയതുപോലെ ഹൈറും നിഫാസും ഒക്കെ സ്ത്രീകൾക്കല്ലേ ഉണ്ടാകുന്നത്. എന്തിനാ നമ്മൾ പഠിക്കുന്നത്? അങ്ങനെയല്ല. മനുഷ്യൻ എന്ന് പറയുന്നത് സമൂഹമാണ്. സമൂഹജീവിയായ മനുഷ്യന് സ്ത്രീയും പുരുഷനും കൂടുമ്പോഴേ ഒരു മനുഷ്യന്റെ ജീവിതം പൂർണ്ണമാവുന്നു. അപ്പോ സ്ത്രീകൾക്കാണ് ഹൈറും നിഫാസും ഉണ്ടാകുന്നത് എങ്കിലും സ്ത്രീകളുമായി ഇടപഴകുന്ന പുരുഷൻ ഈ സ്ത്രീയുടെ ഹൈറിന്റെ അവസ്ഥയും നിഫാസിന്റെ അവസ്ഥയും മനസ്സിലാക്കുകയും അത്തരം വേളകളിൽ എങ്ങനെ അവരുമായി പെരുമാറണം എന്ന് പഠിക്കുകയും ചെയ്യൽ നമ്മളെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ സ്ഖലനം, സംയോഗം തുടങ്ങിയ ലൈംഗിക പ്രശ്നങ്ങൾ അത് പറയുമ്പോ നാണക്കേട് കരുതിയിട്ട് കാര്യമില്ല. അതിനെ തുടർന്ന് വരുന്ന കഠിനമായ കർശനമായ ഇസ്ലാമിന്റെ നിയമങ്ങളും വിധികളുമുണ്ട്. അത് പഠിച്ചേ പറ്റൂ. അപ്പോ അള്ളാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കുക, ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാവുന്ന കുടുംബജീവിതത്തിന്റെ അടിത്തറയാവുന്ന ലൈംഗിക വിഷയം ധാർമ്മികമാക്കുക എന്നത് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അപ്പൊ അത് പഠിച്ചേ പറ്റൂ. അത് നമ്മൾ എന്തിനാണ് പറയാൻ മടിക്കുന്നത്? ഉമ്മാക്ക് മോളോട് പറഞ്ഞു കൊടുക്കാൻ മടി, മോൾക്ക് ഉമ്മാനോട് ചോദിക്കാൻ മടി, വാപ്പയോട് മകന് ചോദിക്കാൻ മടി, മകനോട് പറഞ്ഞു കൊടുക്കാൻ വാപ്പക്ക് മടി. അറിഞ്ഞാലും അതിന്റെ ആവശ്യമില്ല എന്നല്ല, അത് പാടില്ല. പണ്ട് കാരണന്മാര് പറയുന്നേ ചോദിച്ച് ചോദിച്ച് സ്വർഗത്ത് പോയിന്നും
നാണിച്ച് നാണിച്ച് നരകത്ത് പോയി എന്നും പറയുന്നത് ഇത്തരം കാര്യങ്ങളിലാ. എങ്ങനെ പോയി ചോദിക്കുക? അപ്പൊ ഉമ്മാനോട് എങ്ങനെ പറയാ എന്ന് കുട്ടിക്ക് മടി. ഉമ്മാക്ക് മനസ്സിലായില്ല, പക്ഷെ എങ്ങനെ ഇപ്പൊ മോളെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കുക എന്ന് ഉമ്മാക്ക് മടി, നാണക്കേട്. അതിലൂടെ ഒരുപാട് തെറ്റുവരുത്തി വെക്കുകയും അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷയ്ക്ക് നാളെ പരലോകത്ത് കാരണമാവുകയും ചെയ്യും. അത് വരാൻ പാടില്ല. ബഹുമാനപ്പെട്ട സ്വഹാബികൾ, സ്വഹാബിയാത്തുകൾ, അവരൊക്കെ ഇന്നലെ നമ്മള് ഇഷ്കു മദീന ചോദ്യം ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞ കൂട്ടത്തിൽ നമുക്കൊക്കെ പ്രസിദ്ധമായ ഒരു സംഭവം പറഞ്ഞല്ലോ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അൻസാരികളിൽപ്പെട്ട വലിയ മഹദിയാണ്, സിദ്ദീഖാത്തിൽപ്പെട്ടവരാ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ വന്നിട്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നത്, ഒരു സ്ത്രീ ഉറക്കത്തിൽ തന്റെ ഭർത്താവുമായോ അല്ലെങ്കിൽ ഒരു പുരുഷനുമായോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായി സ്വപ്നം കണ്ടാൽ കുളിക്കണമോ നബിയേ എന്ന്. ഒരു പെണ്ണ് എന്ന നിലക്ക് ഒരു പുരുഷനോട് ചോദിക്കാൻ നാണിക്കുന്ന വിഷയമാണ്. പക്ഷേ പുരുഷനും സ്ത്രീക്കും ഒക്കെ ഉണ്ടാവുന്ന ഒരു അനുഭവമാണ് സ്വപ്നത്തിലൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. ഇഷ്ടപ്പെട്ടവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായി പലപ്പോഴും സ്വപ്നത്തിൽ കാണാറുണ്ട്. അതിലൂടെ സ്ഖലനം സംഭവിക്കലുമുണ്ട്. ഇത് സ്ത്രീകൾക്കും ഉണ്ടാവാം, പുരുഷന്മാർക്കും ഉണ്ടാകാം. പക്ഷെ ഇങ്ങനെ സംഭവിച്ചാൽ അതിന്റെ വിധി എന്താണെന്ന് അറിയണ്ടേ? അത് ചോദിക്കുക. ഞാനെങ്ങനെ ഒരു പെണ്ണായ ഞാനെങ്ങനെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തായാലും ഒരു പുരുഷനല്ലേ, അവിടത്തോടെ എങ്ങനെ ചോദിക്കുക എന്നുള്ള ഒരു നാണക്കേടിൽ അവർ വന്ന് നേരെ ചോദിച്ചു. ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞു? അങ്ങനെ സ്വപ്നത്തിൽ ഭർത്താവുമായി അല്ലെങ്കിൽ ഒരു പുരുഷനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കണ്ടു എന്നതുകൊണ്ട് കുളിക്കേണ്ട, അവൾക്ക് സ്ഖലനം ഉണ്ടായെങ്കിൽ കുളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതെന്നെ പുരുഷനാണെങ്കിലും അങ്ങനെ തന്നെ, സ്ഖലനം ഉണ്ടായാൽ കുളിച്ചാൽ മതി, അല്ലാതെ സ്വപ്നത്തിൽ സംയോഗത്തിൽ ഏർപ്പെടുന്നത് കണ്ടു എന്നതുകൊണ്ട് കുളിക്കേണ്ടതില്ല. അത് പറഞ്ഞപ്പോ രണ്ടാമത് വീണ്ടും അവർ ചോദിക്കുകയാണ്, അതഹ്തലിമുൽ മർഅത്തു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലായിട്ടുള്ളവരെ, പുരുഷന്മാർക്കുള്ളത് പോലെ സ്ത്രീകൾക്ക് മനിയ് പുറപ്പെടുവോന്ന്. ഇത് കേട്ടപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളുടെ ഭാര്യയാണ്, എന്നിട്ട് പോലും അവർക്ക് നാണായി, ആയിഷ ബീവിക്ക് നാണായി. ഉമ്മു സുലൈമിനെ പിടിച്ചിട്ട് അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഫളൈത്തി നിസാ, പെണ്ണുങ്ങളെ നാണം കെടുത്തിയല്ലോ എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു. ഈ സംഭവം ഉദ്ധരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹ ആദ്യമായി ചെയ്യുന്നത് നിഅമത്തുൻ നിസാഉ നിസാഉൽ അൻസാർ, സ്ത്രീവർഗത്തിൽ ഏറ്റവും ഉത്തമകളായ വനിതകൾ അൻസാരികളായ സ്ത്രീകളാണ് എന്നാണ് പറയുന്നത്. സ്ത്രീ വർഗത്തിൽ തന്നെ ഏറ്റവും ഉത്തമകളായ വനിതകൾ അൻസാരികളായ സ്ത്രീകളാണ്. കാരണം ലം യംനഅനൽ ഹയാഉ, നാണക്കേട് ഒരിക്കലും അവർക്ക് തടസ്സമായിരുന്നില്ല അവരുടെ ദീൻ കാര്യങ്ങൾ ചോദിച്ചു പഠിക്കുന്നതിന്. അതോ അവരുടെ അൻസാരി സ്ത്രീകളുടെ മൊത്തം ഗുണത്തിന്റെ ലക്ഷണമായിട്ടാണ് ആയിഷ റളിയല്ലാഹു തആല എന്നിട്ട് അത് എണ്ണുന്നത്. അപ്പൊ അങ്ങനെ ചോദിച്ച് പഠിക്കുന്നതിന് യാതൊരു നാണക്കേടും കരുതേണ്ടതില്ല. അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക എന്നുള്ളവർക്ക് അല്ലാതെ ലൈംഗിക വിഷയം പറഞ്ഞ് ആസ്വദിക്കുക എന്നുള്ള നിലക്കല്ല, മറിച്ച് ഇത് പഠിക്കേണ്ട ദീനിന്റെ ഫർമായ കാര്യമാണ്. പഠിക്കാതിരുന്നാൽ അത് മുഖേന പലപ്പോഴും നരകത്തിൽ പോകേണ്ടി വരുന്ന സംഗതി വന്നുപോകും. അതിനു വേണ്ടിയിട്ട് ആ ഉദ്ദേശത്തോടു കൂടി പഠിക്കുമ്പോൾ ലൈംഗിക വിദ്യാഭ്യാസം ഇസ്ലാമിൽ ഫർളായ കാര്യമാണ്. അത് മകന് ബാപ്പനോട് ചോദിക്കുക, മകൾക്ക് ഉമ്മയോട് ചോദിക്കുക, പരസ്പരം അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുക, എല്ലാം ചെയ്യണം. അതെ, അതിന് പറ്റാത്തൊരു സാഹചര്യം വരികയാണ്, എന്നാൽ ഉസ്താദിനോട് ചോദിക്കണം എന്നാ. ഭർത്താവിനോട് ചോദിച്ചിട്ട് മനസ്സിലാവില്ല, മൂപ്പർക്ക് അറിയില്ല. മൂപ്പരോടാണെങ്കിലോ ചോദിക്കാൻ പറഞ്ഞാൽ അത് പോയി ചോദിച്ച് ഉസ്താദ് പറഞ്ഞാൽ ഒരു കോലത്ത് പറഞ്ഞു തരാനും കഴിയൂല എന്ന് കണ്ടാൽ പെണ്ണിനെ സംബന്ധിച്ച് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഉസ്താദിന്റെ അരികെ സമീപിച്ച് ചോദിച്ച് പഠിക്കൽ ഫർള് ആയിനാണ്. അത്രയും പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പൊ പറയുമ്പോ നാണക്കേടൊന്നും കരുതണ്ട. ഞാൻ അപ്പം വിശദീകരണമൊന്നുമില്ല, കാരണം മുമ്പ് വിശദീകരിച്ചത് കൊണ്ട് അവിടത്തേക്ക് റഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹൈദ്, നിഫാസ്, ഇസ്തിഹാവത്ത് എന്നീ വിഷയങ്ങളെ സംബന്ധിച്ച് വിശദമായി മുമ്പ് നമ്മൾ ഖുലാസ ദർസ് നടത്തിയപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞതും ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതും ഒക്കെ ഉണ്ട്. അത് നമ്മുടെ STVയുടെ സൈറ്റിൽ പോയാൽ കിട്ടും എന്ന് ഉണർത്തുകയാണ്. ഇവിടെ വളരെ ചുരുക്കിയേ പറയുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ നിലയ്ക്ക് ഞാനും പറയൂ. കൂടുതൽ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഇടയ്ക്ക് ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ചോദിക്കാവുന്നതാണ് എന്ന് ആമുഖമായി ഉണർത്തി
കേൾക്കുമ്പോ ഈ ഉസ്താദ് എന്താ അതിങ്ങനെ പറയുന്നേ എന്ന് കേട്ടിരിക്കുന്ന സ്ത്രീകളോ മറ്റോ വിചാരിക്കണ്ട. അത് പറയാ ദീനിന്റെ വിഷയം മനസ്സിലാക്കി തരിക എന്ന നിലക്കാണ് എന്ന് വിചാരിക്കുക, അല്ലാതെ മറ്റൊരു ഉദ്ദേശവും ആ വിഷയത്തിൽ ഇല്ല. അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസാലിസുഹ, മൂന്നാമത്തെ കാര്യം, കുളി വുജൂബാവുന്ന കാര്യങ്ങളിൽ നിന്നിട്ട് മൂന്നാമത്തേത് ഹൈളുൻ, ഹൈളാണ്. അഥവാ മെൻസസ് ഉണ്ടാവുക, ഹൈള് ഉണ്ടാവുക, ആർത്തവം തുടങ്ങുക. എന്നാ തുടങ്ങലാണോ? അതെ അതെ, വുജൂബാവുന്ന കാര്യം തുടങ്ങൽ തന്നെയാണ്. പക്ഷേ കുളിക്കൽ സഹിയാവണമെങ്കിൽ ഐ ഇൻഖിതാഉഹു, അഥവാ ഹൈള് നിലക്കലാണ്, മുറിയലാണ്. ഹൈള് നിന്നാല് കുളിക്കാൻ പറ്റൂ. പക്ഷെ കുളി വുജൂബാവുന്ന ഹൈള് കൊണ്ട് തന്നെയാണ്. പക്ഷെ ഈ ഹൈള് നിൽക്കുമ്പോഴേ കുളിക്കാൻ പറ്റുള്ളൂ എന്ന് മാത്രം. എന്നാ എന്താണ് ഈ ഹൈള് അല്ലെങ്കിൽ മെൻസസ് എന്ന് പറയുന്നത്? എന്താണ്? വഹുവ, ഹൈള് എന്നത് ദമുൻ, രക്തമാണ്. രക്തം എന്ന് പറയുമ്പോ ചോരന്റെ നിറത്തിലുണ്ടായിക്കൊള്ളണം എന്നില്ല കേട്ടോ, അത് പ്രത്യേകം മനസ്സിലാക്കണം. ഈ ഹൈള് രക്തം പല നിറത്തിലും പല രീതിയിലും കാണാം. നല്ല കറുകറുത്തിട്ട് കറുത്ത നിറത്തിൽ ചിലപ്പോൾ കണ്ടെന്ന് വരും. ചിലപ്പോൾ മഞ്ഞ നിറത്തിലുള്ള കേവലം ഒരു ദ്രാവകമായിട്ട് കണ്ടെന്ന് വരും. ചിലപ്പോൾ കറുപ്പ് രേഖയോട് കൂടിയ ചുമപ്പ് രക്തക്കളറിൽ കണ്ടെന്ന് വരും. ചിലപ്പോൾ ഒരു മങ്ങിയ തവിട്ട് കളറിൽ കണ്ടെന്ന് വരും. ഇതൊക്കെ ഈ ദമുൻ എന്ന് പറഞ്ഞ പരിധിയിൽപ്പെട്ടതാണ്. അല്ലാതെ സാധാരണ നമ്മൾ കാണുന്ന രക്തത്തിന്റെ വർണ്ണം ചുവപ്പ് വർണ്ണത്തിലായിക്കൊള്ളണം എന്നില്ല. ചിലപ്പോൾ ചുവപ്പ് വർണ്ണത്തിലായെന്ന് വരും, ചിലപ്പോൾ കറുപ്പായെന്ന് വരും, ചിലപ്പോൾ തവിട്ട് നിറമായെന്ന് വരും, ചിലപ്പോൾ മഞ്ഞ നിറമായെന്ന് വരും, ചിലപ്പോൾ കലർന്ന വ്യത്യസ്ത നിറങ്ങൾ കലർന്നതായെന്ന് വരും. അത് തന്നെ ചിലപ്പോൾ വളരെ സ്ട്രോങ്ങുള്ള, തൊട്ടാലിങ്ങനെ ഒട്ടുന്ന രീതിയിൽ പശ പോലത്തതുണ്ടാവും. ചിലപ്പോൾ വളരെ നേർത്ത ഒരു വിയർപ്പ് പോലെ മാത്രമായിരിക്കും. അങ്ങനെയൊക്കെ കാണാം ഈ രക്തം. അതുപോലെ തന്നെ ചിലപ്പോൾ വല്ലാതെ എന്തോ ചീഞ്ഞ ദുഷിച്ച ദുർഗന്ധമുള്ളതായിരിക്കും. ചിലപ്പോൾ പ്രത്യേക വാസനയൊന്നും ഇല്ലാത്ത സാധാരണ നോർമൽ രക്തമായിരിക്കും. ഇങ്ങനെയൊക്കെ കാണാം. അപ്പോ കട്ടിയുണ്ടായിട്ട് ഒട്ടുന്ന രീതിയിൽ വരാം, നേർത്തു വിയർപ്പ് പോലെ കാണാം, ചുമപ്പ് നിറത്തിലുണ്ടാവാം, കറുപ്പുണ്ടാവാം, തവിട്ട് കളർ ഉണ്ടാവാം, വിവിധ കളറുകൾ കൂടിക്കലർന്നതുണ്ടാവാം, ദുർഗന്ധമുള്ളതുണ്ടാവാം, ഇല്ലാത്തതുണ്ടാവാം. ഇതൊക്കെ ദമ്മ് തന്നെയാണ്. ഇതിനൊക്കെ ഹൈള് എന്ന് പറയും. അതിലൊന്നും സംശയിക്കണ്ട. ഇപ്പൊ മഞ്ഞ നിറത്തിലേ ഉള്ളൂ അല്ലെങ്കിൽ തവിട്ട് നിറത്തിൽ ചെറിയൊരു നീര് പോലെ ഉള്ളൂ ഉസ്താദേ എന്നൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. അതൊക്കെ ഹൈള് തന്നെ. എങ്ങനെ രക്തം യഖ്റുജു, അത് പുറത്തു വരുന്നത് മിൻ അഖ്സാ റഹ്മിൽ മർഅത്തി, സ്ത്രീയുടെ ഗർഭാശയത്തിന്റെ അങ്ങേ അറ്റത്തിലുള്ള ഒരു ഞരമ്പിൽ നിന്നുമാണ്. മനസ്സിലായില്ലേ? ഒരു ഞരമ്പിൽ നിന്നാണ് ആ രക്തം പുറപ്പെടുന്നത്. അത് ആ ഞരമ്പ് ഉള്ളത് എവിടെ? ഗർഭാശയത്തിന്റെ അങ്ങേ അറ്റത്താണ്. അതായത് ഗർഭാശയ മുഖത്ത് അല്ല നിന്നല്ല പുറപ്പെടുന്നത്, ഗർഭാശയത്തിന്റെ അന്തർഭാഗത്തിൽ നിന്നും ഒരു ഞരമ്പിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് ഹൈള്. അതേസമയത്ത് ഇനി പറയാൻ പോകുന്ന ഇസ്തിഹാലത്ത് ഇതല്ല. അത് ചിലപ്പോൾ ഗർഭാശയ മുഖത്ത് വല്ല പഴുപ്പോ മുറിവോ ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഗർഭാശയത്തിനകത്ത് ബാധിച്ച അണുബാധ കൊണ്ടോ മറ്റോ ഒക്കെ ആയിരിക്കാം ഇസ്തിഹാലത്ത് വരുന്നത്. അത് ഏതിനല്ല, ഗർഭാശയത്തിന്റെ അങ്ങേ അറ്റത്തുള്ള ഒരു പ്രത്യേക ഞരമ്പിൽ നിന്നും പുറപ്പെടുന്നതല്ല ഇസ്തിഹാലത്ത്. അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായ ക്രമം നിർദ്ദേശിക്കാൻ കഴിയുകയും ഇല്ല. അതുകൊണ്ടാണ് അതൊരു രോഗമാണെന്ന് വെറുതെ എല്ലാ ഉലമാക്കൾ പറയുന്നത്. ഒരുപക്ഷെ ഗർഭാശയത്തിനകത്ത് അണുബാധ ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഗർഭാശയ മുഖത്ത് പഴുപ്പോ മുറിയോ ഉള്ളത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം. അപ്പൊ അതിന് ചികിത്സ തേടാൻ വേണ്ടത്. എന്നാൽ ഈ ആർത്തവം അഥവാ മെൻസസ് എന്നത് ഒരിക്കലും ഒരു രോഗമല്ല. മറിച്ച് അത് നിശ്ചിത സമയത്ത് മൂത്രമൊഴിക്കുന്നു, നിശ്ചിത സമയത്ത് മലവിസർജനം ചെയ്യുന്നു എന്നതുപോലെ സ്ത്രീ ശരീരത്തിൽ നിശ്ചിത സമയത്ത് ഒരു ഞരമ്പിൽ നിന്നും വിസർജിക്കുന്ന സ്വാഭാവിക രക്തമാണ്. അതിൽ പേടിക്കാനൊന്നുമില്ല എന്ന് വെച്ചിട്ട് ചില സ്ത്രീകളെ സംബന്ധിച്ച്
ഈ മെൻസസ് തുടങ്ങുന്ന ആദ്യ ഘട്ടത്തിലൊക്കെ ചിലർക്ക് എന്നും കഠിനമായ വേദന അടിവയറ്റിൽ അനുഭവപ്പെടും. ഇത് പെൺകുട്ടികളെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാണ്. തന്നെയല്ല, ഗൈനക്കോളജിസ്റ്റുകൾക്ക് നല്ല ഒരു മാർഗമാണ്, അവർക്ക് നല്ല വരുമാനത്തിന്റെ ഒരു വഴിയാണ്. കാരണം സഹിക്കാൻ കഴിയാത്ത വേദന വരുമ്പോ എന്തായാലും പോവും. അതിനൊരു കുറെ ഗുളികയും മരുന്നും ഒക്കെ നിർദ്ദേശിക്കും. കുഴപ്പമൊന്നുമില്ല, ചികിത്സിക്കേണ്ടതന്നെ. അമിതാണെങ്കിൽ ആകുകയാണെങ്കിൽ ചികിത്സിക്കേണ്ടത് തന്നെ. എളുപ്പത്തിൽ ചുരുങ്ങിയൊരു വഴി ഞാൻ പറഞ്ഞുതരാം. എത്ര കഠിനമായ വേദന ഉണ്ടെങ്കിലും മെൻസസ് സംബന്ധമായ അടിവയറ്റിൽ വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തുളസില്ലേ, തുളസി, അത് പച്ച തുളസി ആയാലും വേണ്ടിയില്ല, നീല തുളസി ആയാലും വേണ്ടിയില്ല, ഈ തുളസിയുടെ ഇല എടുത്ത് നന്നായി ഇടിച്ച് പീഞ്ഞ് അതിന്റെ നീര് വെറും വയറ്റിൽ കഴിച്ചാൽ ഒരു ദിവസം കൊണ്ട് തന്നെ അതിന് ശമനം കിട്ടിയെന്ന് വരും. ഇല്ലെങ്കിൽ ഒരു 3 ദിവസം പരമാവധി വേണ്ടി വന്നെന്ന് വരും. അതിന്റെ അപ്പുറം വേണ്ടി വരില്ല. കൈ കൊണ്ട സിദ്ധൌഷധമാണ്. നമ്മുടെയൊക്കെ വീട്ടുവളപ്പിൽ വെറുതെ മുളച്ചു പൊങ്ങി നിൽക്കുന്ന ഒരു ചെടിയാണ് തുളസി എന്ന് പറയുന്നത്. ഈ തുളസിയുടെ ഇല എടുത്ത് വൃത്തിയാക്കി, കാരണം ചെറിയ ചെടിയാകുമ്പോൾ ചളി മണ്ണുമൊക്കെ തെറിച്ചുണ്ടാവുമല്ലോ, അതൊന്ന് കഴുകി വൃത്തിയാക്കി ആ ഇല എടുത്ത് പീഞ്ഞ് അതിന്റെ നീര്, കുറച്ച് രൂക്ഷത ഉണ്ടാവും, അത് പ്രശ്നമാക്കണ്ട. വലിയ രൂക്ഷമാണെങ്കിൽ കുറച്ച് വെള്ളം കൂട്ടി ഒന്ന് ഇതാക്കി നേർപ്പിക്കുക. എന്നിട്ട് അത് വെറും വയറ്റിൽ രാവിലെ കഴിച്ചു നോക്കൂ. 3 ദിവസം കൊണ്ട് മാറാത്ത ഈ മെൻസസ് സംബന്ധമായ അടിവയറ്റിലെ വേദന ഇതുവരെ കേട്ടിട്ടില്ല. പലർക്കും ഞാൻ അങ്ങനെ നിർദ്ദേശിച്ചു കൊടുത്തിട്ട് അവർക്കത് വലിയ കൈ കൊണ്ട സിദ്ധിയായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതിൽ കൂട്ടത്ത് പറഞ്ഞത് മാത്രം അത് നീ പെട്ടതല്ല. ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ആയിക്കോട്ടെ. റയ്ഹാനല്ല, അത് വേറെ. മാഷാ അല്ലാഹ്, റയ്ഹാനല്ലട്ടാ, തുളസി, കൃഷ്ണ തുളസി എന്നാണ് ഈ ഹിന്ദുക്കളായ ആളുകളൊക്കെ പറയാം. ഞമ്മക്ക് അതിന്റെ തലക്കിൽ കൃഷ്ണനൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. തുളസി തന്നെ 2 ജാതി ഉണ്ടാവും. ഏത് പച്ച നിറത്തിലുള്ള അതിന് വെള്ള തുളസി എന്നാ പറയാ, മറ്റേത് ചെന്തുളസി എന്ന് പറയും. 2 തുളസി ആയാലും വേണ്ടിയില്ല. അത് നീര് ഏറ്റവും നല്ലത് ചെന്തുളസി കിട്ടുകയാണെങ്കിൽ അതാണ്. ഇനി അത് വേണമെന്നില്ല, നീല തുളസി ആയാലും വേണ്ടില്ല. അതിന്റെ ഇല പീഞ്ഞതിന്റെ നീര് കുറച്ച് കടുപ്പുണ്ടാവും. അപ്പൊ കുടിക്കാൻ കുറച്ച് വിഷമാണെങ്കിൽ കുറച്ച് വെള്ളം കൂട്ടിക്കാണ്ട് ഒന്ന് നേർത്തിപ്പിച്ചിട്ട് വെറുമ്പായിട്ട് കുടിക്കണം. എന്നാല് പെട്ടെന്ന് ആ വേദന മാറും. ഏതായാലും വേട്ടെ, ഇത് ഒരു രോഗമല്ല. അത് പറഞ്ഞാലും കൂട്ടത്തിൽ പറഞ്ഞത്, അതായത് മെൻസസ് ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു രോഗമല്ല, മറിച്ച് മൂത്രിക്കുന്നതും കാട്ടിക്കുന്നതും പോലെ സ്വാഭാവികമായ ഒരു ശാരീരിക ധർമ്മമാണ്. അതിലാരും പേടിക്കേണ്ടതില്ല. പെൺകുട്ടിക്ക് ആദ്യം കാണുമ്പോൾ പേടിയുണ്ടാവും. ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അത് സ്വാഭാവികമാണ്. ഇനി അതിനെപ്പറ്റി എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ഉമ്മനോട് ചോദിക്കുക വേണം. ഉമ്മമാരത് പറഞ്ഞു കൊടുക്കുകയും വേണം. അതിലൊന്നും ഒരു നാണക്കേടും കരുതേണ്ടതില്ലത് അള്ളാഹിന്റെ ദീനാണ്. അത് സംശയം തീർത്തു കൊടുക്കേണ്ടത് ഉമ്മമാരുടെ ഉത്തരവാദിത്വമാണ്. അത് എപ്പോഴുണ്ടാവില്ല. ഫി ഔഖാത്തി മഹ്സൂസ, പ്രത്യേക സന്ദർഭങ്ങളിൽ നിശ്ചിത നിബന്ധനയോടുകൂടി. അതായത് പ്രത്യേക സന്ദർഭം എന്ന് പറഞ്ഞാൽ 9 വയസ്സ് ചന്ദ്രവർഷപ്രകാരം 9 വയസ്സ് ഏകദേശം തികഞ്ഞതു മുതൽക്ക് മരണം വരെ ഉണ്ടാവാം. ചുരുങ്ങിയത് 24 മണിക്കൂറിൽ കുറയാൻ പാടില്ല രക്തമുണ്ടാവുന്ന സമയം. ആകെ ടൈം 15 ദിവസത്തെക്കാളും കൂടാനും പാടില്ല. ഈ നിബന്ധന ഒത്തുകൊണ്ട് നിശ്ചിത സമയത്ത് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ നിശ്ചിത സമയം എന്ന് പറയുന്നത്. അതായത് 9 വയസ്സിന് ശേഷമായിരിക്കണം. അതുപോലെ തന്നെ മരിക്കണതിന്റെ ഇടയ്ക്ക് എപ്പോഴും അത്ര വയസ്സായി കഴിഞ്ഞാൽ മെൻസസ് നിൽക്കും എന്നൊന്നും നിയമമില്ല. ശാരീരികമായി ഓരോരുത്തരുടെയും അവസ്ഥ അനുസരിച്ച് ചിലർക്ക് വളരെ നേരത്തെ നിന്നെന്ന് വരും, ചിലർക്ക് വളരെ താമസിച്ചും ഉണ്ടായെന്ന് വരാം. അതാണ് അതിന്റെ സ്വഭാവം. എന്നാൽ അഖല്ലു സിന്നിഹി, ഹൈദുണ്ടാവാൻ സാധ്യതയുള്ള വയസ്സുകളിൽ ഏറ്റവും ചുരുങ്ങിയത് 9 സിനീന
9 വർഷമാണ്. എന്താ പറഞ്ഞാൽ 9 വയസ്സ്. 9 വർഷം കഴിയുമ്പോൾ കുട്ടിക്ക് 9 വയസ്സാവുമല്ലോ. ഖമരിയത്തൻ, എങ്ങനത്തെ സിനീന? ഖമരിയായ 9 കൊല്ലം. ഖമരിയായ എന്ന് പറഞ്ഞാൽ ഈ മുഹറം സഫർ എന്ന് നമ്മൾ എണ്ണുന്ന ചന്ദ്രോദയത്തിലൂടെ കണക്കാക്കപ്പെടുന്ന അറബി കൊല്ലം, അത് 9 വയസ്സ് എന്ന് പറഞ്ഞാൽ ഇസ്തിക്മാലുഹ. ഈ അത് താഴെ പുള്ളി വെറുതെ വീണുപോയതാ, പുള്ളി കളഞ്ഞാ മതി. മനസ്സിലായില്ലേ? ഹൈലിന്റെ സിന്നാണ്. സിന്ന് ലമീർ വഴക്കിയ ലമീറിന്റെ മുകളില് അതേ പണ്ട് മൂല്യാര് കുത്തുബോധിയപ്പോ ആരൂരാജി കേട്ടില്ലേ? എന്നെ പോലത്തെ വിവരമില്ലാത്തൊരു സാധു മൂല്യാരില്ലേ, മൂപ്പരിങ്ങനെ കിതാബ് ഓതികാണ്ട് എടുത്തുകാണ്ട് കുത്തുബോധ അയ്യോന്നാസ് ഊന്നിക്കുമ്പോ എന്ന് ഊന്നിക്കൊന്ന്. അപ്പൊ താഴത്തിന്റെ ഒരു മൂല്യാര് വിവരമുള്ള ആള് അന്ന് കുറ്റനിക്ക്. അപ്പൊ ഇയാൾക്ക് പേടിയായപ്പോ എന്തായി? കൈയളകിയപ്പോ അതിന്റെ ചെറിയൊരു പുറുക്ക ഇരുന്നതേ ഇനി. അപ്പൊ ഇത് പുള്ളിയാണെന്ന് തോന്നിയതാ. അപ്പോ ഇയാള് പറഞ്ഞു, അല്ല ജനങ്ങളെ, അതൊരു പുറുക്ക ഇരുന്നതാവുന്നു, ഊസീക്കും വിവാദല്ലോ എന്ന് പറഞ്ഞു. പുറുക്ക എന്ന് പറഞ്ഞാൽ അറിയോ ആലൂരാജ്യെ? കൊതുവിന്റെ ചെറിയതുണ്ടെന്ന് മനസ്സിലായി. കണ്ണിന്റെ മുന്നിലും മൂക്കിന്റെ അടുത്തും ഒക്കെ ഇങ്ങനെ പറക്കുന്നൊരു ഒന്നുണ്ടല്ലോ ചെറുത്, അതിന് ഞങ്ങൾ കീച്ചിരിക്കാര് പോലെ പുറുക്കാന്ന. മനസ്സിലായില്ലേ? അതിന് കൊതു എന്ന് പറഞ്ഞല്ല, കൊതു എന്ന് പറയണ നമ്മളെ മറ്റേ ഇതില്ലേ, ഏത് ഹെലികോപ്റ്റർ പോലത്തെ, അതിനാണ് ഈ കൊതു എന്ന് പറയുന്നത്, ഹെലികോപ്റ്ററിന്റെ മോഡലുള്ളത്. മറ്റേത് അങ്ങനെയല്ല, അത് ചെറിയ സാധനക്കാരാ. ഇരുന്നാ പുള്ളിയാണെന്ന് തന്നെ എന്നെ പോലത്തെ ഭൗതിക വയസ്സന്മാർക്കൊക്കെ തോന്നുള്ളൂ. എന്നതുപോലെ അവിടെ പുള്ളി കൊതു ഇരുന്നതാണ് എന്ന് ആജിക്കാരോട് പറയുന്നത്, പുള്ളിയില്ല. മനസ്സിലായില്ലേ? ഇസ്തിക്മാലുഹ എന്ന് പറഞ്ഞു 9 തേക്കാന്ന്. തേക്കാന്ന് പറഞ്ഞാലോ ഞാൻ അവിടെ ഇസ്തിദറാക്ക് തികഞ്ഞോളുമില്ല. ഇൻറഅത്ത്, ഒരു സ്ത്രീ രക്തം കണ്ടു, ഖബ്ല തമാമിഹ, ഈ 9 പൂർണ്ണമാവുന്നതിന് മുമ്പ്, ബിദൂനി 16 യൗമൻ, 16 ദിവസത്തിൽ താഴെയുള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ ചന്ദ്രവർഷപ്രകാരം 9 വയസ്സ് തികയാൻ 16 ദിവസത്തിൽ താഴെ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞാൽ 8 വയസ്സും 11 മാസവും പിന്നെ 15.5 ദിവസവും കഴിഞ്ഞു. ഇനി എത്ര ഉള്ളൂ? 15 ദിവസം അല്ലെങ്കിൽ 14 ദിവസം, അല്ല 15.5 ദിവസം ബാക്കിയുണ്ട്. എന്നാലും ഹൈലല്ല. അല്ല 15 ദിവസമേ ബാക്കിയുള്ളൂ, 16 ദിവസം തികയില്ല. അല്ലെങ്കിൽ 16 ദിവസത്തിന് 1 മണിക്കൂർ ബാക്കിയുണ്ട്. 1 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ 16 ദിവസം വേണം. 1 മണിക്കൂർ കുറവാ 16 ദിവസത്തിന്. അപ്പൊ 14 ദിവസം 1 മണിക്കൂറൊന്നും വേണ്ടാതെ 1 മിനിറ്റ് ആയാലും മതി, കഴിഞ്ഞാണ്. അപ്പൊ ഇനി 9 വയസ്സ് തികയാൻ 15 ദിവസവും 23 മണിക്കൂറും പിന്നെ 50 സെക്കൻഡേ ഉള്ളൂ. 10 സെക്കൻഡ് കുറവുണ്ട്. അപ്പൊ 16 ദിവസം തികച്ച് ഇല്ല, എന്നാ ഹൈലാണ്. അല്ല 16 ദിവസം തികച്ച് ബാക്കിയുണ്ട്, എന്നാ പിന്നെ അത് ഹൈലല്ല. എന്താണ്? ചുരുങ്ങിയ ഒരു ഹൈവിന് 24 മണിക്കൂറും 2 ഹൈവിന്റെ ഇടയിലുള്ള ചുരുങ്ങിയ ശുദ്ധിക്ക് 15 ദിവസവും. അങ്ങനെ ഒരു 15 ഒന്നും 16 ദിവസം ബാക്കിയുണ്ടെങ്കിൽ, അഥവാ ഒരു ഹൈവിനും ശുദ്ധിക്കും വേണ്ട സമയം ബാക്കി നിൽക്കുന്നുണ്ട് 9 തികയാനെങ്കിൽ, ആ രക്തം ഹൈവല്ല. അത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള വല്ല രോഗം കൊണ്ടോ മറ്റോ ക്രമം തെറ്റി വരുന്ന രക്തമാണ്, ഹൈവല്ല. അതേസമയത്ത് 16 ദിവസം തികച്ചില്ല, ഏതാനും മിനിറ്റുകൾ കുറവുണ്ട്, എന്നാൽ അത് ഹൈവാണ്. അപ്പൊ പിന്നെ കേസ് ഇപ്പോഴത്തെ കാലത്ത് ഈ മറ്റേ കോഴി ഉണ്ടല്ലോ, ബ്രോയിലർ കോഴി, 15 ദിവസം കൊണ്ട് 3.5 കിലോ ആവുന്ന ഉമ്മയില്ലാത്ത കോഴി. ഇപ്പൊ ഫാക്ടറിന്നല്ലേ കോഴി വിരിയുന്നത്. പണ്ട് കീരത്ത് മാസ്റ്റർ പറഞ്ഞ പോലെ
തള്ളക്ക് കഴിഞ്ഞ കോഴിക്കുഞ്ഞാണെങ്കിൽ കോഴിക്കേന്ന് പറയുമ്പോ കുട്ടികൾക്കൊക്കെ മനസ്സിലായി. 4 ഭാഗത്തും പോയി ഒളിക്കും. ഇലന്റെയും കാടിന്റെയും പൊന്തന്റെയും ഒക്കെ ഉള്ളിൽ പോയിട്ട് ഒളിക്കുന്നത്. അതേ സമയത്ത് ഈ കോഴിക്കുട്ടിയോ ഫാക്ടറിയിൽ നിന്ന് കഴിഞ്ഞ കോഴിക്കുട്ടിയല്ലേ, ഫാക്ടറിയിൽ നിന്ന് ആൽമലനായില്ലാമാലംതന ഇന്നലീമലക്കീം എന്ന് പറഞ്ഞ് മേപ്പിട്ട് നോക്കി നിൽക്കിയല്ലാതെ അത് നോർത്തിയുണ്ടാവില്ല. അതാണിത് കോഴിക്കുട്ടി. കാരണം അതിന് ഉമ്മല്ല, കോഴി മുട്ടിട്ടിട്ടുണ്ടാവും. അതിന്റെ ശേഷം ഫാക്ടറിയിൽ നിന്ന് വിരിഞ്ഞതാ. ഈ വിരിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ഇതിന് ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ്, ഹോർമോൺ ഇഞ്ചക്ഷൻ. അങ്ങനെ 15 ദിവസം കൊണ്ട് 3 കിലോ 3.5 കിലോ ഉള്ള കോഴിയായി മാറി. ഈ കോഴി മാംസം ധാരാളമായി കുട്ടികൾക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കാൻ പാടില്ല. അത് ഭയങ്കര ദേശ. കൂടാതെ കഴിയില്ലെങ്കിൽ ഇടക്കൊക്കെ എപ്പോഴെങ്കിലും കൊടുക്കല്ലാതെ. ഈ ഗൾഫിലൊക്കെ പ്രധാന കറിക്ക് വേറെ വയ്യില്ല. കീശീരിയൊക്കെ പണ്ട് നമ്മളെ ഡോക്ടർ കീശീരിന്റെ ക്ലാസ് കേട്ടതിന് ശേഷം കുറെ ഒഴിവാക്കിയേക്ക. മുമ്പൊക്കെ അത് തന്നെ എളുപ്പത്തിൽ കിട്ടാനുള്ള സാധനം പല ഒരു കറി വെക്കാൻ നോക്കുമ്പോൾ എളുപ്പത്തിൽ കിട്ടണമെങ്കിൽ കോഴിയെ കിട്ടുള്ളൂ. ഈ കോഴി എന്ന് പറഞ്ഞാൽ സ്വാഭാവിക കോഴിയല്ല, അങ്ങനെ കൃത്രിമമായിട്ട് ഉണ്ടാക്കപ്പെടുന്ന കോഴിയാണ്. അതിൽ അമിതമായി ഹോർമോണുകൾ കുത്തിവെച്ചിട്ട് അസമയത്തും അസ്ഥാനത്തുള്ള വളർച്ചയാണ് ഈ കോഴിക്കുഞ്ഞിന് വന്നത്. അത് കുട്ടികൾക്ക് ധാരാളമായി കൊടുത്താൽ കുട്ടികൾക്ക് 9 വയസ്സൊന്നും ആവാൻ സമയം നിൽക്കൂല. അതിന്റെ മുമ്പ് തന്നെ പല പെൺകുട്ടികൾക്കും മെൻസസ് ആവുന്നു. ഇതിന്ന് സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഭക്ഷണക്രമത്തിൽ വന്ന തകരാറ് കൊണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. അപ്പോ ഇസ്ലാം ശരീഅത്തനുസരിച്ച് അതൊക്കെ ക്രമം തെറ്റി വരുന്ന രക്തമാണ്. അതിനെന്ത് പേരില്ല, ഹൈള് എന്ന് പേരില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടി അതുകൊണ്ട് പ്രായപൂർത്തിയെത്തിയതായി വിധിക്കപ്പെടുകയില്ല. ഇതിന് ഹൈളിന്റെ വിധികളൊന്നും വരില്ല. 9 വയസ്സ് തികയുകയോ 9 വയസ്സ് പൂർത്തിയാകാൻ 16 ദിവസത്തിന് താഴെയുള്ള ഉണ്ടാവുകയോ ചെയ്യുന്ന സമയത്ത് കാണുന്ന രക്തമായിരിക്കണം. അതാണ് പ്രത്യേക സമയം എന്ന് പറഞ്ഞാൽ. അതിന്റെ മുമ്പ് കാണുന്നത് ഹൈളായി പരിഗണിക്കില്ല. അതിനാണ് ഇസ്തിഹാബത്ത് എന്ന് പറയുന്നത്. ഇസ്തിഹാബത്ത് എന്ന് പറയുന്നത് ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണെങ്കിലും കൃത്യത വിട്ടുകൊണ്ട് ക്രമം തെറ്റി വരുന്ന വ്യത്യസ്ത കാരണങ്ങളാൽ ഉണ്ടാവുന്ന രക്തമാണ്. അതിന് ഹൈള് എന്ന ഹുക്കുമില്ല. എന്നാൽ എത്രയാണ് വഅഖല്ലുഹു, ഹൈളിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് എന്ന് പറഞ്ഞാൽ ഹൈള് ഉണ്ടാകുന്ന സമയത്തിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് എത്ര സമയം ഉണ്ടാവണോ ഹൈളാണെന്ന് വിധിക്കാൻ? 9 വയസ്സായിട്ട് കാണണം എന്ന് പറഞ്ഞ ഒന്ന്. ഇനി ഈ 9 വയസ്സായ ഒരു സ്ത്രീയിൽ നിന്ന് തന്നെ രക്തം കണ്ടു, എന്നാൽ ഈ കണ്ട രക്തം ഹൈളാണെന്ന് വിധിക്കണമെങ്കിൽ എത്ര ഉണ്ടാവണോ? യൗമുൻ വലൈലത്തുൻ, ഒരു രാവും പകലുമെങ്കിലും ഉണ്ടായിരിക്കണം. ചുരുങ്ങിയത് ഒരു രാവും പകലും എന്ന് പറഞ്ഞാൽ രക്തം സ്രവിച്ചുകൊണ്ടിരിക്കുന്ന സമയം 24 മണിക്കൂറിൽ കുറയരുത് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. 1/2 മണിക്കൂർ 1 മണിക്കൂർ കണ്ട് പിന്നല്ല, പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 മണിക്കൂർ ഇങ്ങനെ കുറേശ്ശെ കണ്ടിരുന്നു, പിന്നല്ല, പിന്നെ അതിന് ശേഷം ഒരു 2-3 മണിക്കൂർ കണ്ട് കഴിഞ്ഞും ചെയ്തു, പിന്നെ ഒന്നുമില്ല. എന്നാൽ അത് അയർവല്ല എന്ന് പറയുമ്പോ 24 മണിക്കൂർ ഇങ്ങനെ ശക്തിയായി ഒലിച്ചുകൊണ്ടിരിക്കണമെന്നാണോ പറഞ്ഞത്? അതല്ല, അത് പ്രത്യേകം മനസ്സിലാക്കണം. അങ്ങനെയല്ല. അങ്ങനെ ഇപ്പോ 24 മണിക്കൂർ ചോര കൊണ്ട് ഒലിച്ചാലും മനുഷ്യൻ മരിച്ചുപോയില്ലേ? ഇപ്പറഞ്ഞതിന്റെ അർത്ഥം ചിലപ്പോൾ അല്പമായി പുറത്തു വന്നെന്ന് വരും, മറ്റു ചിലപ്പോ പുറത്തു വരുന്നില്ലെങ്കിലും ഇതിനകത്ത് ഉള്ളിൽ ഒരു വൃത്തി കുറവായിട്ടേ തോന്നുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ ഒരു പഞ്ഞിയോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയോ പോലത്തത് ഇതിനകത്ത് വെച്ച് നോക്കിയാൽ ഏതാനും സമയം കഴിഞ്ഞാൽ അതിൽ രക്തത്തിന്റെ അടയാളം കാണുന്ന രീതിയിൽ ഉണ്ടായാൽ മതി. അങ്ങനെ രക്തമുള്ള സമയം ചുരുങ്ങിയത് 24 മണിക്കൂർ വേണമെന്ന്. അതാ ചിലപ്പോ പുറത്തേക്ക് കണ്ടെന്ന് വരില്ല, കുറച്ചാവുമ്പോഴൊക്കെ ആ ഓരോരുത്തരുടെ ശാരീരിക അവസ്ഥയും ആരോഗ്യസ്ഥിതിയും ഒക്കെ അതുപോലെ തന്നെ കാലാവസ്ഥയും ഒക്കെ നോക്കിയിട്ട് ഏറിക്കുറഞ്ഞു വരും. പക്ഷെ എങ്കിലും ഒരു നല്ല വൃത്തിയുള്ള പഞ്ഞി അല്പം എടുത്തിട്ട് ഈ ദ്വാരത്തിന്റെ അകത്ത് കുറച്ചു സമയം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. ഏതാനും മിനിറ്റുകൾ വെച്ച് പുറത്തെടുത്ത് നോക്കുമ്പോൾ ഇതിന് ചെറിയ രക്തത്തിന്റെ അടയാളം കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ രക്തം പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ നിയമം. അങ്ങനെ രക്തം പുറപ്പെടുന്ന സമയം 24 മണിക്കൂറിൽ കുറയരുത്. 24 മണിക്കൂർ കുറയരുത് പറഞ്ഞാൽ തുടർച്ചയായിട്ട് 24 മണിക്കൂർ ഉണ്ടായിക്കൊള്ളുന്നില്ല. ആകെ ടോട്ടൽ ചെയ്താൽ 24 മണിക്കൂർ വേണം. ഉദാഹരണം, ഒരു സ്ത്രീക്ക് 7 ദിവസം അയന്നുണ്ടായിരുന്നു, പക്ഷെ തുടങ്ങിയപ്പോ 1 മണിക്കൂർ ഉണ്ടായിന്, പിന്നെ കുറയില്ല.
പിന്നെ പിറ്റേന്ന് ഒരു 2 മണിക്കൂറുണ്ടായി, പിന്നില്ല, നല്ല വൃത്തി തന്നെ, പഞ്ഞി വെച്ച് നോക്കിയിട്ടും കൂടി ഒരു അടയാളമില്ല. അങ്ങനെ പിറ്റേന്ന് നോക്കുമ്പോൾ ഒരു 5-6 മണിക്കൂർ കണ്ടു. അങ്ങനെ 7 ദിവസം കൊണ്ട് സംഗതി ക്ലോസായി, പിന്നെ ഒന്നുമില്ല. അപ്പൊ നോക്കുക, ആകെ നോക്കിയ സമയം, രക്തം കണ്ട സമയം എത്ര മണിക്കൂറുണ്ട്, മൊത്തം ടോട്ടൽ ചെയ്ത് നോക്കുമ്പോ ഇല്ല, 26 മണിക്കൂർ അല്ലെങ്കിൽ 27 മണിക്കൂർ അല്ലെങ്കിൽ 28 മണിക്കൂർ. ഓക്കെ ഇതാ ഈ 7 ദിവസം ഹൈദ് തന്നെയാണ്. 7 ദിവസം ആയതുകൊണ്ടാണ് 7 ദിവസം ഇങ്ങനെ 24 മണിക്കൂർ ഇങ്ങനെ പുറപ്പെട്ടു കൊണ്ടുവന്നോളുന്നുണ്ടോ? അങ്ങനെ ഇല്ലാന്ന് അതാ പറഞ്ഞത്. അതെ, ഇതൊക്കെ പെണ്ണുങ്ങൾ പോലും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാ. പെണ്ണുങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചു കൊള്ളണം. കാരണം ഈ വിഷയങ്ങളൊക്കെ അല്ലാഹു തആല അവളുടെ ഗർഭാശയ സംബന്ധമായ വിഷയങ്ങൾ അവളെ അമീനായി ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. ചില ആളുകൾക്ക് യാതൊരു വിഷമമില്ലാതെ വളരെ കൃത്യമായി തുടങ്ങുകയും വളരെ കൃത്യമായി അവസാനിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് വളരെ വ്യക്തമാണ്. പക്ഷേ പലർക്കും പല രീതിയിലാണ്. താന്റെ രീതി എങ്ങനെ എന്ന് മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. മൊത്തം ആകെ ടോട്ടൽ ഡേറ്റ് 15-നേക്കാൾ കൂടാൻ പാടില്ല എന്ന് പറഞ്ഞത് തുടങ്ങിയ സമയം തൊട്ടിട്ട് ലാസ്റ്റ് ഇത് അവസാനം നിന്ന സമയം വരെയുള്ളതാണ് ഈ 15 ദിവസം എന്ന് പറയുന്നത്. ഈ 15 ദിവസം തുടർച്ചയായിട്ട് രക്തം കണ്ടോളുന്നില്ല. ഇടക്കിടക്ക് ഉണ്ടാവാം, ഇടക്കില്ലാതിരിക്കാം, ഇടക്കുണ്ടാവാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ എത്ര മണിക്കൂറുണ്ട് എന്ന് പരിശോധിക്കേണ്ടി വരും. അപ്പൊ 24 മണിക്കൂർ കുറഞ്ഞിട്ടുള്ളൂ, എന്നാ അതൊന്നും ഹൈവല്ല, മുഴുവനും എന്തെന്നെയാണ് ഇസ്തിഹാബത്താണ് നോക്കേണ്ടി വരും. അല്ല, ആകെ ഒരു ദിവസം തന്നെ ഉണ്ടായിട്ടുള്ളൂ. അത് തുടങ്ങിയോടെ മുതൽ ലാസ്റ്റ് ശുദ്ധിയാകുന്നത് വരെ ഇടയ്ക്ക് മുറിയാതെ കുറേശ്ശെങ്കിലും ഉണ്ടായിക്കൊണ്ടിരുന്നു. എന്നാ ഒരു ദിവസം കൊണ്ട് തന്നെ ഹൈവാണെന്ന് വന്നു. ചിലപ്പോൾ 3 ദിവസമാകാം, ചിലർക്ക് 4 ദിവസമാകാം, ചിലർക്ക് 7 ദിവസമാകാം, ചിലർക്ക് 6 ദിവസമാകാം. അത് ഓരോരുത്തരുടെ അവസ്ഥ പ്രകാരം. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ 6 ദിവസം 7 ദിവസം മൊത്തമായി എപ്പോഴും രക്തമുണ്ടായിക്കൊള്ളണമെന്നില്ല. ഈ 6-7 ദിവസത്തിനിടയിൽ മൊത്തം 24 മണിക്കൂറിൽ കുറയാതിരുന്നാൽ മതി. അതാ പറഞ്ഞ് വാക്സറുഹു ഹൈലുണ്ടാകുന്ന സമയത്തിൽ ഏറ്റവും അധികരിച്ചത് 15 യൗമൻ. ഷാഫി മദ്ഹബ് അനുസരിച്ച് 15 ദിവസമാണ് ഏറ്റവും കൂടിയ. 15 ദിവസം വരെ ആവാം. ഹനഫി മദ്ഹബ് ഇങ്ങനെയല്ല, ചുരുങ്ങിയ 3 ദിവസവും അധികരിച്ച 10 ദിവസം ഒരകണക്ക്. ചുരുങ്ങിയായതിന്റെ വിഷയത്തിലും തർക്കമുണ്ട്, അധികരിച്ചായതിന്റെ വിഷയത്തിലും തർക്കമുണ്ട്. ഹനഫി മദ്ഹബ് നമ്മൾ വായിച്ചു. കാരണം ചുരുങ്ങിയ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്ന 3 ദിവസം ഉണ്ടാവണം. അപ്പൊ അതിൽ കുറഞ്ഞാൽ ഓരോ മദ്ഹബ് അനുസരിച്ച് ഹൈവല്ല. എന്നാൽ നമ്മളെ മദ്ഹബ് അനുസരിച്ച് അത് വേണ്ട, 24 മണിക്കൂർ ഉണ്ടായാലും ഹൈവ് തന്നെ. അതുപോലെ നമ്മളെ മദ്ഹബിൽ 15 ദിവസം വരെ നീണ്ടു നിൽക്കാം. അതിന്റെ അപ്പുറം പോകുന്നുണ്ടെങ്കിൽ ഒരു പെണ്ണ് ഇസ്തിഹാബത്തുള്ളവളാണെന്ന് പറയേണ്ടതുള്ളൂ. എന്നാൽ ഹനഫി മദ്ഹബ് അനുസരിച്ച് അങ്ങനെയല്ല, 10 ദിവസം വരെ പരമാവധി പോവാം. 10ന്റെ അപ്പുറം പോയാൽ ഇസ്തിഹാബത്താണെന്ന് ഹുക്മ് വരും. കേട്ടോ, അപ്പൊ മദ്ഹബിന്റെ വ്യത്യാസമായി നമ്മൾ അതിപ്പം ചിന്തിക്കണം എന്നല്ല, എന്നാലും പറഞ്ഞപ്പോ കൂട്ടത്തിൽ ഉണർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ 15 ദിവസം പരമാവധി, അതിന്റെ അപ്പുറം 16ാമത്തെ ദിവസത്തേക്ക് കടന്നാൽ ആള് ഇസ്തിഹാബത്തുള്ള ആളാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരുപാട് പെണ്ണുകൾ ഇഷ്കാലുള്ളവരാ. 15 ദിവസം വരെ ഹൈറാണെന്നുള്ള നിലക്ക് അങ്ങനെ കാത്തു നിന്ന് പോയി. 15 ദിവസം കഴിഞ്ഞിട്ട് നിൽക്കണില്ല. 16ാമത്തെ ദിവസവും രക്തം കാണുന്നു. എന്നാ പിന്നെ ഇനി പറഞ്ഞ അങ്ങോട്ട് നിൽക്കിയിരിക്കും വേണം, നോൽപോൽക്കും വേണം, അതുപോലെ തന്നെ ഭർത്താവുമായിട്ട് ബന്ധപ്പെടാ. ഇതിലൊക്കെ കണക്ക് വരവെച്ച് അങ്ങനെയല്ല. അത് നമ്മള് ഹുലാസ് ഓതുന്ന സമയത്ത് വിശദമായി പറഞ്ഞതാണ്. നല്ലൊരു ഭാഗം, വലിയൊരു ശതമാനം പെണ്ണുങ്ങളും ഇസ്തിഹാബത്ത് മനസ്സിലാക്കി എന്താന്ന് വെച്ചാല് 15 ദിവസം വരെ ഹൈവ് നിൽക്കാതെ ഇങ്ങനെ പോവുകയാണ്. അപ്പോഴൊക്കെ ഹൈവിലിരിക്കും ഇങ്ങനെ കാത്തുന്നു. 16ാം ദിവസവും രക്തം കണ്ടപ്പോ ഇന്ന് ഇസ്തിഹാബത്ത്, അന്നേരം വരെ ഉള്ളത് ഹൈവാണ്. ഇവിടെ നിങ്ങോട്ട് ഇനി എത്ര ദിവസം ഉണ്ടായാലും അത് ഇസ്തിഹാബത്താണെന്ന് അങ്ങനെയല്ല കേട്ടോ. 16ാം ദിവസത്തേക്ക് കടന്നാൽ ഈ സ്ത്രീ ഇസ്തിഹാബത്ത് എന്ന രോഗം ബാധിച്ചവളാണ് എന്ന വിധി മാത്രമേ വരുള്ളൂ. അത് എന്നു മുതൽ എന്ന് കണക്കാക്കണമെങ്കിൽ വേറെ കച്ചവടം വേറെ. എന്നു മുതൽക്കാ ഇസ്തിഹാബത്ത്? 16ാം ദിവസം മുതൽക്കാണോ? ഒരിക്കലുമല്ല. മറിച്ച് എങ്ങനെ കണക്കാക്കും? കണക്കാക്കാൻ 3 മാനദണ്ഡങ്ങളാണ്. ഒക്കെ മുമ്പ് നമ്മൾ വിശദമായി പറഞ്ഞ, എന്നാലും ചുരുക്കം ഒരു സാമ്പിളിന് വേണ്ടിയാണ് ഒരിക്കൽ കൂടി പറയാണ്. അന്ന് കേൾക്കാത്ത വരുന്നുണ്ടെങ്കിലോ അതിനു വേണ്ടിയിട്ട്. അതായത്
15 ദിവസം കഴിഞ്ഞിട്ട് രക്തം വെക്കുന്നില്ല, 16-ാം ദിവസത്തിലും രക്തം കാണുന്നുണ്ടെങ്കിൽ ആള് ഇസ്തിഹാബത്ത് രോഗിയാണ് എന്നുറച്ചു. എന്നാൽ എന്ന് മുതൽക്കാണ് ഇസ്തിഹാബത്ത്? എന്തിനാ എന്ന് മുതൽക്കാന്ന് പറഞ്ഞാൽ അവിടെ മുതൽക്ക് ഇങ്ങോട്ടുള്ള നിക്കാരൊക്കെ കളാവ് വീട്ടേണ്ടി വരുമോന്ന്. അതാ എന്ന് മുതൽക്കാണെന്ന് തീരുമാനിക്കേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇവളുടെ രക്തത്തിന് ഗുണവ്യത്യാസം, സ്വഭാവ വ്യത്യാസം ഉണ്ടോ ഇല്ലേ എന്ന് നോക്കണം. അപ്പൊ ഇവള് ആദ്യം തന്നെ ഛർദിക്കണമെന്ന് എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഒരു 2-3 ദിവസം കുറച്ച് കട്ടിയുള്ളത്, അല്ലെങ്കിൽ കറുത്തത്, അല്ലെങ്കിൽ ദുർഗന്ധമുള്ളതായ രക്തമായിരുന്നു ഉണ്ടായിരുന്നത്. അത് 4 ദിവസം കഴിഞ്ഞപ്പോ, അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞപ്പോ അത് പോയിട്ട് സാധാരണ രക്തത്തിന്റെ നിറമുള്ള ചുവന്ന രക്തമായി മാറി. പിന്നെ അതേ രക്തം ഇങ്ങനെ തുടർന്ന് വരിക. എന്നാൽ ആദ്യം കണ്ട 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം കണ്ട ഈ കറുപ്പ്, അല്ലെങ്കിൽ കട്ടിയുള്ളത്, അല്ലെങ്കിൽ ദുർഗന്ധമുള്ളതായ രക്തം കണ്ട ദിവസം മാത്രം ഹൈളായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ടതൊക്കെ ഇസ്തിഹാബത്താണെന്ന് വെച്ച് അത്രയും ദിവസത്തെ നിസ്കാരം കളാ വീട്ടണം. അതിനങ്ങനെ നിറം വ്യത്യാസം, കറുപ്പും ചുവപ്പുമായിട്ട് വ്യത്യാസവും ഇല്ല. അതുപോലെ തന്നെ ഈ നേർമയും കട്ടിയായിട്ട് അങ്ങനെയും വ്യത്യാസമില്ല. വാസന ദുർഗന്ധവും എല്ലാത്തുമായിട്ടും വ്യത്യാസമില്ല. ഒക്കെ ഒരു കുളത്തിലാണ്. ആദ്യമേ രക്തത്തിന്റെ കളറിലാണുള്ളത്, പ്രത്യേകിച്ച് കട്ടിയോ വാസനയൊന്നും ഇല്ല. അല്ലെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ കറുത്തതാണുള്ളത്, അല്ലെങ്കിൽ ദുർഗന്ധമുള്ളതാണുള്ളത്, ഒരു മാറ്റം കാണില്ല. ഇങ്ങനെ കണ്ടാൽ പിന്നെ അവളെ സംബന്ധിച്ച് തൊട്ടു മുമ്പത്തെ മാസം എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കുക. ഈ സൂക്കെടുപ്പ് ഈ മാസത്തിലല്ലേ തുടങ്ങിയത്? അതെ. ഇതിന്റെ മുമ്പൊക്കെ ഹൈലുണ്ടാവണോളല്ലേ? ഓക്കെ. എന്നാ അന്ന് എത്ര ദിവസം ഉണ്ടായിരുന്നു? അന്നൊക്കെ മാസം 10-ന് തുടങ്ങിയാല് 14-ന് അല്ലെങ്കിൽ 15-ന്റെ അന്ന് ശുദ്ധിയാകലാണ് പതിവ് അറബി മാസി. എന്നാൽ ആ പറയുന്ന 10 മുതൽ 15 വരെയുള്ള ദിവസങ്ങൾ ഹൈലാണെന്ന് വെക്കണം. ബാക്കിയുള്ളത് ഓർമ്മ കളാ വീട്ടണം. അങ്ങനെ ഓർമ്മ വേണം. എത്ര ദിവസമാണെന്നും എന്ന് തുടങ്ങിയിട്ട് എന്നാണ് അവസാനിക്കല് എന്നും ഓർമ്മ ഉണ്ടെങ്കിൽ അതനുസരിച്ച് അത്രയും ദിവസം ഹൈലാണെന്ന് വെച്ച് ബാക്കിയുള്ളത് മുഴുവനും കളാ വീട്ടണം. അങ്ങനെയൊന്നുമില്ല. അവൾക്ക് ഫസ്റ്റ് തന്നെ ഉണ്ടാവുമ്പോ തന്നെ ഇങ്ങനെ ഗുണവ്യത്യാസം, സ്വഭാവ വ്യത്യാസം ഒന്നുമില്ല. എന്നാ പിന്നെ ഒരു ദിവസം തുടങ്ങിയ ഒരു ദിവസം ഹൈലാണെന്ന് വെക്കുക, ബാക്കിയുള്ള ദിവസമൊക്കെ ശുദ്ധിയാണെന്ന് വെക്കുക. ഏതിനെ സംബന്ധിച്ച് സ്വഭാവ വ്യത്യാസം മറ്റൊന്നുമില്ല, ഒരേ കോലത്തിലാണ്. എന്നാൽ നിസ്കാരാദി കാര്യങ്ങളിൽ ഒരു ദിവസം ഹൈലാണെന്നും ബാക്കിയുള്ള ദിവസം ഇസ്തിഹാബത്താണെന്നും വെക്കുക. ഇങ്ങനെ തുടങ്ങിയിട്ട് അതിന്റെ വിശദഭാഗം മുമ്പ് നമ്മൾ പറഞ്ഞതാ. അപ്പൊ എവിടെ മുതൽക്കാണ് തുടങ്ങേണ്ടത്? 16-ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ആള് ഈ രോഗമുള്ളവരാണെന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ 16-ാം ദിവസം മുതൽക്കല്ല ഇസ്തിഹാബത്ത്, മുമ്പേ ഇസ്തിഹാബത്തുള്ളവരാണെന്നാ വരിക. അപ്പൊ ഏതാണ് ഹൈല്, ഏതാണ് ഇസ്തിഹാബത്ത് എന്ന് തീരുമാനിക്കാൻ സ്വഭാവ ഗുണങ്ങളെ കൊണ്ട് വ്യത്യാസമുണ്ടെങ്കിൽ ശക്തിയായത് ഹൈലും അല്ലാത്തത് ഇസ്തിഹാബത്തുമാണെന്ന് വെക്കുക. അതില്ലെങ്കിൽ മുമ്പത്തെ ഓർമ്മ വെച്ചിട്ട് മുമ്പത്തെ മാസം ഹൈൽ എത്ര ദിവസം ഉണ്ടായിരുന്നു ആ ദിവസങ്ങൾ ഹൈലാണെന്നും ബാക്കി ഇസ്തിഹാബത്താണെന്നും വെച്ചുകൊള്ളണം. ഇല്ലെങ്കിൽ പിന്നെ മുത്തഹയ്യറത്ത് ആൾക്ക് ഇടങ്ങേറ് പിടിച്ച മസല പണ്ട് പറഞ്ഞ അവിടെ സെറ്റ് നോക്കുക. ആട്ടെ. അകല്ല് തുഹരിൻ ബൈനൽ ഹൈലത്തൈനി, 2 ഹൈലുകൾക്കിടയിലുള്ള ചുരുങ്ങിയ ശുദ്ധി 15 ദിവസമായതുപോലെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടിയ ഹൈല് 15 ദിവസമാണ്. ഏതുപോലെ? ഏറ്റവും ചുരുങ്ങിയ ശുദ്ധി എന്ന് പെട്ടും പറഞ്ഞാൽ പോരാ, 2 ഹൈലിന്റെ ഇടയിലുള്ള ശുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ജനിച്ചിട്ട് ചിലപ്പോ 15 വയസ്സ് വരെ ഹൈലുണ്ടായിട്ടില്ല. ആദ്യം 15 വയസ്സ് വരെ ഹൈലുണ്ടാണ് ഈ കുട്ടിക്ക്, അല്ലെങ്കിൽ 16-ാം വയസ്സിലാണ് ഹൈലുണ്ടാണ്. എന്നാ അതിന്റെ മുമ്പുള്ള ശുദ്ധി ഒന്നാഴ്ച ശുദ്ധിയല്ലേ? അതല്ല. പ്രസവം കഴിഞ്ഞു, 40 വരെ നിഫാസ് ഉണ്ടായി, അത് കുളിച്ചു, 40-ാം ദിവസം ശുദ്ധിയായിട്ട് കുളിച്ചു, നിഫാസിന്ന് ശുദ്ധിയായി. 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പിന്നെ രക്തം കണ്ടു. എന്നാലും അല്ലെങ്കിൽ വേണ്ട 1 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും രക്തം കണ്ടു. എന്നാലും ആ കണ്ട ഹൈലാണെന്ന് വെച്ചാൽ മതി. അപ്പോ ഒരു ദിവസം കൂടി ഒഴിവില്ലല്ലോ, അത് വേണ്ട ആവശ്യമില്ല. ഒരു ഹൈലിന്റെയും അടുത്ത ഹൈലിന്റെ ഇടയിൽ ചുരുങ്ങിയത് 15 ദിവസം. അതിന്റെ കാരണം എന്താ? ചുരുങ്ങിയത് ഒരു മാസത്തിൽ ഒരു ഹൈലും ഒരു ശുദ്ധിയും ആണ് അധിക ആളുകളെ സംബന്ധിച്ചു. അപ്പൊ അധികരിച്ച ഹൈല് 15 ദിവസം ഉണ്ടായാൽ പിന്നെ ആ മാസത്തിൽ 15 ദിവസം ബാക്കി ഉണ്ടാവുമല്ലോ, അതെന്തായാലും ശുദ്ധിയാവണം. അതിനപ്പം പറയുന്നത്. അപ്പൊ ഏറ്റവും അധികരിച്ച ഹൈല് 15 ദിവസമാണ്. ഏതുപോലെ ഏറ്റവും ചുരുങ്ങിയ ശുദ്ധി 15 ദിവസമാണ്. അധികരിച്ച ശുദ്ധിക്ക് പരിധിയില്ല. ചില സ്ത്രീകൾക്ക് 3 മാസത്തിൽ ഒരിക്കലേ ഹൈലുണ്ടാവൂ, മറ്റു ചില സ്ത്രീകൾക്ക് 6 മാസത്തിൽ ഒരിക്കലേ ഹൈലുണ്ടാവൂ, ചില സ്ത്രീകൾക്ക് കൊല്ലത്തിലൊരിക്കലേ ഹൈലുണ്ടാവൂ. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത് നമുക്ക് കാണാം.
ഞാൻ ഈ വിഷയത്തിൽ കണ്ട ഏറ്റവും പുതുമപ്പെട്ട കാര്യം, എനിക്കറിയുന്ന എന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർക്ക് ഒരു കൊല്ലത്തിൽ കേവലം ഒരൊറ്റ ദിവസം 24 മണിക്കൂർ മാത്രം ഹൈവുണ്ടാവും. പിന്നെ അടുത്ത കൊല്ലം ആ ദിവസം വരുമ്പോൾ ഹൈവുണ്ടാവും. അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഞങ്ങളെ കുടുംബത്തിൽ എന്ന് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റളിയല്ലാഹു തആല എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയും വരാം. ഇനി തീരെ ഹൈവില്ലാതെ അങ്ങനെയും വരാം. അങ്ങനെയൊക്കെ വരാം. മനസ്സിലായില്ല. പക്ഷെ സാധാരണഗതിയിൽ എന്താണ്, ഒരു മാസത്തിൽ ഒരു ഹൈവും ഒരു ശുദ്ധിയും ഉണ്ടാവും. അപ്പൊ ഏറ്റവും കൂടുതൽ ഹൈവ് 15 ദിവസം ഉണ്ടായാൽ പിന്നെ ബാക്കിയിൽ 15 ദിവസമാണല്ലോ ശുദ്ധി. അപ്പൊ കുറഞ്ഞ ശുദ്ധി 15 ദിവസമാണ്. അധികരിച്ച ശുദ്ധിക്ക് പരിധിയില്ല. വയഹ്റുമു ബിഹി, അപ്പൊ ഈ മുമ്പ് പറഞ്ഞതാണെങ്കിലും കൂട്ടത്തിൽ ഒന്ന് പറയാം. വയഹ്റുമു ബിഹി, ഹൈവ് ഉണ്ടാകൽ കൊണ്ടിട്ട് ഹറാമാകും. മാ, ഒരു കാര്യങ്ങളൊക്കെ. എങ്ങനത്തെ കാര്യമാണ്? യഹ്റുമു ബിൽ ജനാബത്തി, ജനാബത്ത് കൊണ്ട് ഹറാമാവുന്ന കാര്യം മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ. ആ കാര്യങ്ങളൊക്കെ ഹൈദ് കൊണ്ടും ഹറാമാവും. എന്താ? നിസ്കാരം, സുജൂദ്, അതുപോലെ തന്നെ തവാഫ്, മുസാഫിരെ തുടരും ചുമക്കലും തുടങ്ങിയ, അതുപോലെ തന്നെ ഖുർആൻ ഓതൽ, ഇത്രയും കാര്യങ്ങൾ ജനാബത്ത് കൊണ്ട് ഹറാമാണ്. അതൊക്കെ ഹൈദുള്ളവർക്ക് ഹറാമാവും. അതിന്റെ പുറമെ വമുബാശറത്തു മാ ബൈന സുറത്തിഹാ വറുക്ബത്തിഹാ, ജനാബത്ത് കൊണ്ട് ഹറാമാവാത്തൊരു കാര്യം കൂടി എന്തുകൊണ്ട് ഹറാമാവും? ഈ ഹൈദ് കൊണ്ട് ഹറാമാവും. അതുകൊണ്ട് തന്നെ ഫുഖഹാഇ അശുദ്ധിയെ 3 തിരിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ 2 തിരിച്ച്, വലിയ ശുദ്ധി ചെറിയ ശുദ്ധി. എന്നാൽ നജസിനെ 3 തിരിച്ചതുപോലെ അശുദ്ധിയെ 3 തിരിച്ച ഫുഖഹാ ഉണ്ട്. നമ്മളെ മതത്തിൽ തന്നെ ഉണ്ട്. എങ്ങനെ? നജസിലെ നജസ് മുഅല്ലൽ, നജസ് മുഖഫഫ്, നജസ് മുതവസ്സിത്ത് എന്നതുപോലെ ഹദസ് അസ്ഗർ, ഹദസ് മുതവസ്സിത്ത്, ഹദസ് അക്ബർ, ഇങ്ങനെ 3 തിരിച്ചിട്ടുണ്ട്. അതിൽ ഹദസ് അസ്ഗറിലാണ് ചെറിയ ശുദ്ധി ഉണ്ടാകുക, 3 മുറിയ, ആ 4 കാരണം കൊണ്ട്. പിന്നെ മുതവസ്സിത്ത് എന്ന് പറഞ്ഞാൽ വലിയ ഉറപ്പിടുക, അതല്ലെങ്കിൽ സംയോഗം ചെയ്യുക. അതായത് ജനാബത്ത് എന്ന് പറയുന്ന 2 കാര്യം, അത് മുതവസ്സിത്ത്. അക്ബർ എന്ന് പറയുന്നത് ഹൈവ് ഉണ്ടാകുക, നിഫാസ് ഉണ്ടാകുക. ഇങ്ങനെ. അപ്പൊ എന്താ? ചെറിയ ശുദ്ധി കൊണ്ട് ഹറാമാവുന്നത് നിസ്കാരം, സുജൂദ്, തവാഫ്, മുസാഫ് തുടങ്ങി ചുമക്കലും, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. എന്നാൽ ആ 4 കാര്യങ്ങളും മുതവസ്സിത്താവുന്ന ജനാബത്ത് അഥവാ ഖലനം, സംയോഗം എന്നീ ജനാബത്ത് കൊണ്ട് ഹറാമാവും. അതിന്റെ പുറമെ എന്തു ഹറാമാവും? ഖുർആൻ ഓതല്, പള്ളിയിൽ താമസിക്കല്, ഇതും കൂടി ജനാബത്ത് കൊണ്ട് ഹറാമാവും. എന്നാൽ ഹൈവ് എന്ന് പറയുന്ന നിഫാസുമാവുന്ന വലിയ അക്ബറായ ഹദസ് കൊണ്ടിട്ട് ഈ പറയുന്ന 6 കാര്യങ്ങൾക്ക് പുറമെ മുട്ടുമുക്കളുടെയിൽ കൂടിച്ചേരുക, ഭാര്യയും ഭർത്താവും തമ്മിൽ മുട്ടുമുക്കളുടെയിൽ മറയില്ലാതെ കൂടിച്ചേരുക, അതാണ് മുബാശറത്ത് പറയുന്നത്. അതേ സമയത്ത് ഉടുതുണി ഉടുത്ത് വസ്ത്രം ധരിച്ച് അതിന്റെ മേലെ ഭാര്യയും ഭർത്താവും തമ്മിൽ തൊടുകയോ ബന്ധപ്പെടുകയോ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതേ സമയത്ത് മറയില്ലാതെ മുട്ടുമുക്കിളട ഉപയോഗിക്കൽ ഹറാമാണ് അതിലുള്ള സമയത്ത്. അതാണ് മദ്ഹബ്. കാരണം എന്താന്ന് വെച്ചാൽ മൻ ഹാമ ഹൗലൽ ഹിമാ യൂഷിക്കു അൻ യർതഅ ഫിൽ ഹിമാന, സുരക്ഷിത മേഖലന്റെ പരിസരത്ത് നാക്കാലിനെ വെച്ചാൽ, സുരക്ഷിത മേഖലന്റെ പരിസരത്ത് നാക്കാലിയെ വെച്ചാൽ അറിയാതെ ഈ നിരോധിത മേഖലയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ മുട്ടുമുക്കളട മറയില്ലാതെ ഉപയോഗപ്പെടുത്തിയാൽ ചിലപ്പോൾ ചില അംക്കുകൾക്ക് ലൈംഗിക വികാരത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല. അങ്ങനെ സംയോഗത്തിൽ ഏർപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ബാബ് തന്നെ അടച്ചിട്ട് മുട്ടുമുക്കളടെ മറയില്ലാതെ ഉപയോഗിക്കാൻ പാടില്ല. അല്ലല്ല, എങ്ങനെയും പാടില്ലാണോ? അത് ഉപയോഗിക്കാനേ നിൽക്കണ്ട. മുബാശറത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ നിരക്കുള്ള മറയില്ലാതെയുള്ള പരസ്പര സ്പർശനങ്ങളൊക്കെ പെട്ടു. അത് ലൈംഗിക അവയവങ്ങളെ കൊണ്ട് തന്നെ ആയിക്കൊള്ളണം എന്നില്ല. വക്കീല, എന്നാൽ ഒരു കീലുണ്ട്. കീല എന്ന് പറഞ്ഞാൽ മദ്ഹബിൽ വൈഫായ ഒരു വജിഹാണത്. എന്താണ് ഖീല? ലാ യഹ്റുമു, ഹൈലുള്ള സമയത്ത് ഹറാമാവൂല, വൈറുൽ വത്ഇ,
സംയോഗം ചെയ്യൽ മാത്രമേ പാടില്ലായുള്ളൂ. ബാക്കിയൊക്കെ ആകാം. മനസ്സിലായില്ലേ? ബാക്കിയൊക്കെ ആകാം. ഇപ്പൊ ഒരാള് ഭാര്യയുടെ മുഫാഹദത്ത് ചെയ്യാണ്, ഭാര്യയുമായിട്ട് മുഫാഹദത്ത് ചെയ്യാണ്, എന്നാ കുഴപ്പമില്ല. അതല്ലെങ്കിൽ മുഫാഹദത്ത് തുടങ്ങിയ മറ്റ് ലൈംഗികമായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്താകുന്നില്ല? ലൈംഗിക അവയവങ്ങൾ പരസ്പരം ബന്ധപ്പെടുന്നില്ല. എന്നാ കുഴപ്പമില്ല എന്നൊരു തീര. അത് മദ്ഹബല്ല, അത് പ്രത്യേകം മനസ്സിലാക്കണം. വഖ്താറഹു നവവിയു, ഈ ഖീലയെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മുഖ്താറാക്കിയിട്ടുണ്ട്. അത് ആദ്യം തന്നെ പഠിക്കുക. മുഖ്താർ എന്ന് പറഞ്ഞാൽ മദ്ഹബിന്റെ ഉസൂല് ഖായിദയിൽ നിന്നും പുറപ്പെട്ട് മദ്ഹബിന്റെ പുറത്തുള്ള ഒരു അഭിപ്രായത്തെ ഈ ഇമാമ് സ്വന്തമായി പറഞ്ഞതാണ്. ആ ഖൗലിന് മദ്ഹബിന്റെ ഉത്തരവാദിത്വമില്ല. മനസ്സിലായില്ലേ? മദ്ഹബിന്റെ ഉത്തരവാദിത്വം ആ ഖൗലിനില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പിന്തുടർന്നുകൊണ്ട് സൂക്ഷിക്കാൻ കഴിയും, അബദ്ധം വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ ആകാവുന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു ഫത്വ ഒരു ഉസ്താദന്മാരിൽ നിന്നിട്ടും കിട്ടൂല. തന്നെയോ അല്ല, അത് ശാഫി മദ്ഹബ് അല്ലതാനും. മുഖ്താർ എന്ന് എവിടെ പറഞ്ഞോ അതൊന്നും ആ മദ്ഹബല്ല എന്നുറപ്പായി. മദ്ഹബിന്റെ ഉസൂൽ അനുസരിച്ച് വരണമെങ്കിൽ വജ്ഹാവണം. ഇത് വജ്ഹല്ല, മുഖ്താറാണ്. അതുകൊണ്ട് മുഖ്താർ എന്ന് പറയുന്നത് ബാഹ്യമായ മറ്റ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മദ്ഹബിന്റെ ഉസൂലിന്റെ പുറത്ത് നിന്നിട്ടും മുൻഗണന കൊടുക്കുന്ന അഭിപ്രായമാണ്. അപ്പൊ അതുകൊണ്ട് ഷാഫി മദ്ഹബിൽ അങ്ങനെ ഹലാലാവും എന്ന് ആരും പറയണ്ട. ഷാഫി മദ്ഹബിൽ മുട്ടുപൊക്കിളുടെ മറയില്ലാതെ ബന്ധപ്പെടൽ ഹറാമ് തന്നെയാണ്. എന്നാൽ ഇങ്ങനെ ഒരു ഖീലുണ്ട്. ആ ഖീലയെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മുഖ്താറാക്കിയിട്ടുണ്ട് തന്റെ തഹ്ഖീഖ് എന്ന കിതാബിൽ. അപ്പോ ഒരാൾക്ക് തന്റെ ലൈംഗികമായ വികാരത്തെ നന്നായി നിയന്ത്രിക്കാൻ കഴിയും. ഭാര്യയുടെ മുട്ടുമുക്കുകളുടെ മറയില്ലാതെ കാണുകയും സ്പർശിക്കുകയും ലൈംഗികമായ മറ്റു സുഖങ്ങളൊക്കെ അനുഭവിക്കുകയും ചെയ്താലും ഇവന് അള്ളാഹുവിനെ പേടിച്ച് ഇവന്റെ ലൈംഗിക വികാരത്തെ നിയന്ത്രിച്ച് സംയോഗത്തിൽ ഏർപ്പെടാതിരിക്കാൻ മാത്രമുള്ള കരുത്തുള്ള മനസ്സുണ്ട്, അസ്മ ചെയ്യാൻ കഴിയും. എങ്കിൽ അവർക്ക് ഈ കീലനുസരിച്ച് അമൽ ചെയ്യാം. പക്ഷേ അത് ഷാഫി മദ്ഹബല്ല, തന്നെയുമല്ല. നല്ല നിയന്ത്രണം കഴിയാത്ത ആളുകൾ ആ വാതിൽ തുറന്നാൽ വലിയ കുറ്റത്തിനത് കാരണമാകും എന്ന് മാത്രമല്ല, ദൗർഭാഗ്യവശാൽ ആർത്തവകാരിയായ ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ആ ബന്ധത്തിലെങ്ങാനും ഒരു കുട്ടി ജനിക്കാൻ ഇടവന്നാൽ ആ കുട്ടിക്ക് ജനിതകമായ പല തകരാറുകളും വരാനും പലതരത്തിലുള്ള അനാരോഗ്യങ്ങൾ ബാധിച്ച് ആ കുട്ടിയുടെ ജീവിതാന്ത്യം വരെ സങ്കടത്തിനും കണ്ണീരിനും ഇടവരാൻ സാധ്യത കൂടിയുണ്ട്. അതും കൂടി മുന്നിൽ വെച്ചിട്ടായിരിക്കാം ഇസ്ലാം ശരീഅത്ത് മെൻസസ് ഉള്ള സമയത്ത് ഒരു കാരണവശാലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത് എന്ന് പറയാൻ കാരണം. പലപ്പോഴും ഈ മെൻസസ് ഉള്ള സമയത്ത് ഗർഭധാരണം നടന്നെന്ന് വരില്ല, എന്നാൽ ചിലപ്പോൾ ഗർഭധാരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ബന്ധപ്പെട്ട് അതിലൊരു കുട്ടി ജനിച്ചാൽ ജനിതക തകരാറ് മുഖേന ജീവിതാന്ത്യം വരെ ആ കുട്ടി ആരോഗ്യ പ്രശ്നത്തിൽ കഷ്ടപ്പെടേണ്ടി വരും. അതിന് നമ്മൾ കാരണമാകണ്ടല്ലോ എന്ന് കൂടി ഉദ്ദേശമുണ്ടായിരിക്കാം. ഏതായാലും അല്ലാഹു തആല അത് കഠിനമായി വിരോധിച്ച് ഹറാമാവുന്നു. എന്ന് അങ്ങനെ ഒരു വജ്ഹ് വരാൻ കാരണം എന്താണ്? ഖബരി മുസ്ലിമിൻ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഖൗലിനെ ഇമാം നബവി തങ്ങൾ മുഖ്താറാക്കിയത്. എന്താണ്? ഇസ്റഉ കുല്ല ഷൈഇൻ, നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്ത് വേണമെങ്കിലും ചെയ്തോളി, ഇല്ല നിക്കാഹ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൽ ഒഴിച്ച് എന്ന ഹദീസുണ്ട്. മനസ്സിലായില്ലേ? വേറൊരു ഹദീസ് എന്നാ പിന്നെന്നാ ഷാഫി ഇമാമിനെ കണ്ടിട്ടില്ലേ? അപ്പൊ സഹിയായ ഹദീസ് തള്ളിക്കളഞ്ഞതാണോ ഷാഫി മദ്ഹബ് എന്നാരും വിചാരിക്കണ്ട. ഷാഫി മദ്ഹബിന് ഈ ഹദീസ് മാത്രമല്ല, ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞാൽ എല്ലാ ഹദീസും കൂടി സംയോജിപ്പിച്ചിട്ടുള്ളതാണ്. അതില്ലേ ഷാഫി ഇമാമിന്റെ പ്രത്യേകത. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, 10 ലക്ഷം ഹദീസ് എനിക്ക് ഹിഫ്ളുണ്ട്, ഖുർആനിൽ ഹിഫ്ളുണ്ട്. എന്നോട് ആരെങ്കിലും ഒരാൾ മസ്അല ചോദിച്ചാൽ ആദ്യം ഖുർആനിൽ നോക്കിയിട്ട് പറയും, അതിൽ കാണുന്നില്ലെങ്കിൽ ഹദീസിൽ നോക്കിയിട്ട് പറയും. എവിടെയും കാണുന്നില്ലെങ്കിൽ എവിടെ നോക്കിയിട്ടാ പറയാന്? ഫഅഖൂലു ബിഖൗലി മുഹമ്മദ് ബിൻ ഇദ്രീസ്,
പിന്നെ ഞാൻ എന്താ ചെയ്യാ? ബഹുമാനപ്പെട്ട എന്റെ ഉസ്താദ് ഇമാം ഷാഫി തങ്ങളുടെ കൗലാണ് പറയാ. അവിടെ പിന്നെ എനിക്ക് ഹദീസും ഖുർആനൊന്നും വേണ്ട. എന്താ അങ്ങനെ പറയാൻ കാരണം? ഒരാളെ തഖ്ലീദ് ചെയ്യാൻ പാടില്ല അങ്ങനെ ചോദിച്ചപ്പോൾ അങ്ങനെയല്ലടോ തഖ്ലീദ്. ഇമാം അഹമ്മദ് പറയാണ്, ഇമാം ഷാഫി തങ്ങള് 10 ലക്ഷം ഹദീസല്ല, എനിക്കാകെ 10 ലക്ഷം ഹദീസേ കിട്ടൂ ഖുർആനും. എന്നാൽ ഇമാം ഷാഫി തങ്ങൾക്ക് ഹദീസിൽ എനിക്കറിയാവുന്ന 10 ലക്ഷത്തിന്റെ അപ്പുറത്ത് എൽമുള്ള മനുഷ്യനാണ്, എനിക്കറിയാത്ത വല്ല ഹദീസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പറഞ്ഞത് എന്ന് വെച്ചിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തങ്ങൾ പറഞ്ഞ കൗലനുസരിച്ച് ഞാൻ ഫത്വ ചെയ്യും എന്ന് പറഞ്ഞ ആളാ ഷാഫി ഇമാമ്. ആ ഷാഫി ഇമാമ് ഒരു ഹദീസും ഒരു ആയത്തും കൊണ്ടിട്ടല്ല ഫത്വ അറിയല്, മസല അറിയല്, മറിച്ച് ഹദീസുകളെ മുഴുവൻ യോജിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണയായി അവിടുത്തെ പത്നിമാരോട് എന്തു പറയുമായിരുന്നു? ആസ്ത്രമുള്ള സമയത്ത് മുട്ടുമുക്കളുടെ മറയുന്ന ഒരു വസ്ത്രം ധരിക്കാൻ പറയുമായിരുന്നു. മുട്ടുമുക്കളുടെ വസ്ത്രം ധരിച്ച് പിന്നീട് ബാക്കി കാര്യങ്ങളിലൊക്കെ സാധാരണ പോലെ പെരുമാറുമായിരുന്നു എന്ന് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ പലരും റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ മുട്ടുമുക്കളോടെ മറയുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് പിന്നീട് ബാക്കിയെല്ലാം ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഇസ്നാഉ കുല്ലി ഷൈഇൻ ഇല്ല നിക്കാഹ് എന്ന് പറഞ്ഞോടത്ത് മറന്റെ പുറത്തുള്ള പണിയാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഈ സംയോഗമല്ലാത്തത് തന്നെ മറക്ക് പുറത്താണ് മുട്ടുമുക്കളുടെയിൽ സംയോഗമല്ലാത്തൊക്കെ ചെയ്തോളി എന്ന് പറഞ്ഞത്. അപ്പൊ മറയില്ലാതെ ചെയ്യാ എന്നല്ല. കണ്ടോ, 2 ഹദീസും കൂടി സംയോജിപ്പിച്ചപ്പോൾ ഷാഫി മദ്ഹബ് ക്ലിയർ. അതേ സമയത്ത് ഇസ്നാഉ കുല്ലി ഷൈഇൻ ഇല്ല നിക്കാഹ് എന്ന് സ്വന്തം പറഞ്ഞപ്പോൾ എന്തായി? സ്വന്തം പറഞ്ഞപ്പോ സംയോഗം ചെയ്യാൻ ഞാൻ മതി, മറയില്ലാതെ തന്നെ മുട്ടൂക്കളുടെ ഉപയോഗിക്കുന്നതോട് കുഴപ്പമില്ല. അപ്പൊ മറ്റേ ഹദീസ് മാറ്റി വെച്ചിട്ടാണ്. മറ്റേ ഹദീസ് കൂടി കൂട്ടിയ ഷാഫി മദ്ഹബ് ക്ലിയർ. ഓക്കെ, വൈദങ്കത്താരമുഹ. അതെ, അങ്ങനെ ഹൈറ് നിന്നു, രക്തം നിലച്ചാൽ ഹല്ലലഹ, ആ ഹൈറുണ്ടായിരുന്ന സ്ത്രീക്ക് ഹലാലാകും. എന്താ ഹലാലാകുക? ഖബല മുസ്ലി കുളിക്കുന്നതിന് മുമ്പ് തന്നെ ഹലാലാവും. സൂമുൻ, നോമ്പ് വെൽക്കല്. ഹൈറുള്ളവർക്ക് നിസ്കരിക്കാൻ പാടില്ലാത്തതുപോലെ നോമ്പ് വെൽക്കാനും പാടില്ലല്ലോ. എന്നാ കുളിച്ചാലേ നിസ്കരിക്കാൻ പാടുള്ളൂ, കുളിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കാൻ പാടില്ല. എന്നാൽ നോമ്പ് അങ്ങനെയല്ല. രാത്രി ഹൈറ് നിന്നു, എന്നാ സുബിയായിട്ട് കുളിക്കാൻ കരുതി, എന്നാ രാത്രി നെയ്യത്തിൽ നോമ്പ് നോക്കുന്നതിന് കുഴപ്പമില്ല പറഞ്ഞ് രാത്രി ഹൈറ് നിന്ന് ശുദ്ധിയായി, കുളിച്ചിട്ടില്ല, എന്നാൽ സുബഹിസ്കരിക്കാൻ വേണ്ടി കുളിച്ചാൽ മതിയല്ലോ. രാത്രി തന്നെ നെയ്യത്ത് ചെയ്തു സുബഹിയോടുകൂടി നോമ്പുകാരിയായില്ലേ? നോമ്പുകാരി ആയിക്കൊണ്ട് പിന്നെ കുളിച്ചാലും കുഴപ്പമില്ല. അപ്പൊ നോമ്പിന് എന്ത് തടസ്സമല്ല, കുളിച്ചോളണമെന്നില്ല, ഹൈറ് നിന്നാ മതി. ലാവത്തുൻ, എന്നാൽ ശുദ്ധിയാണ്. കുളിക്കുന്നതിന് മുമ്പ് ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. എന്താന്ന് വെച്ചാൽ ബളവന്മാര് കണക്കൂട്ടും. ഏതായാലും ഇപ്പൊ 5-6 വർഷമായി കുളിച്ചിട്ടില്ലല്ലോ, ഇനി കുളിക്കണം. എന്നാ സംഗതി ഏതായാലും പുതിയാപ്പിളയായിട്ട് കണ്ടിട്ട് 5-6 ദിവസമായി, ആ പരിപാടിയാണ് നടക്കട്ടെ, രണ്ടിനും കൂടി ഒറ്റക്കുളി ഒബില്ലാഹി തൗഫീഖ്, അത് പറ്റൂലാന്ന്. ശരി അനുരാജിയെ, ആദ്യം ഒന്ന് കുളിച്ച് വൃത്തിയായി വന്നിട്ട് പരിപാടി തുടങ്ങിയാൽ മതിന്ന്. അല്ലാതെ രണ്ടിനും കൂടി ഏതായാലും ഇപ്പൊ കുളിക്കണം, അപ്പൊ എന്തുകൊണ്ടായിട്ട് അറിഞ്ഞില്ലല്ലോ, അതുകൂടി ഒന്നാണ് നടക്കട്ടെ എന്ന് വെക്കാൻ പറ്റൂല. അതിന് കുളിച്ചതിന് ശേഷം പറ്റുള്ളൂ. പക്ഷെ നോമ്പ് കുളിക്കുന്നതിന് മുമ്പ് തന്നെ നോൽക്കാം, ഉപയോഗിക്കാൻ വേണ്ടി കുളിച്ചാൽ മതി. എന്നാൽ സംയോഗത്തിന് മുമ്പ് കുളിച്ചിരിക്കണം, കുളിക്കാതെ പാടില്ല. എന്നാൽ ഇപ്പറഞ്ഞത് ഖിലാഫല്ലിമാ ബഅസഹു അൽ-അല്ലാമത്തു അൽ-ജലാലു സുയൂത്തി റഹ്മഹുല്ലാഹ്, ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ബഹസായി പറഞ്ഞൊരു കൗലിനെതിരാണത്. മനസ്സിലായില്ലേ? ബഹസായി പറയാന്നറിയാൻ കാരണേ, ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വലിയ മഹാനാണ്, ഒരുപാട് ഇൽമുള്ള ആളാണ്. ഹദീസ് വിഷയത്തിൽ പിൽക്കാലത്ത് ഇമാം സുയൂത്തി തങ്ങളെ മറികടക്കാൻ പറ്റുന്ന ഒരു ഇമാമ് വന്നിട്ടില്ല. അത്രയൊക്കെ വലിയ ആളാണെങ്കിലും അസ്ഹാബ് ഷാഫിയത്തിൽപ്പെട്ട മുജ്തഹിദായിട്ട് ആരും എണ്ണീട്ടില്ല. മൂപ്പരൊക്കെ മുജ്തഹിദാന്നൊക്കെ പറഞ്ഞു നോക്കിയാണ്, ആള് മോശമായിട്ടല്ല, മുജ്തഹിദാന്നൊക്കെ പറഞ്ഞു നോക്കിയാണ്, അതിന് എത്തിയിട്ടില്ല. അങ്ങനെ അസ്ഹാബുൽ വുജൂഹിൽപ്പെട്ട മുജ്തഹിദായിട്ട് പോലും എണ്ണില്ല. അത് പറയട്ടല്ലോ അല്ലേ, അത് പറയട്ടെ. അസ്ഹാബുൽ വുജൂഹിൽപ്പെട്ട ഒരാളായിട്ടാണെങ്കിൽ അയാളെ ഇത്തിഹാദനുസരിച്ച് വജ്ഹ് എന്ന് പറയാ, ഇത് വജ്ഹ് എന്ന് പറയാൻ പറ്റൂല. മറിച്ച്
മദ്ഹബിന്റെ ഉസൂൽ അനുസരിച്ച് മുജ്തഹിദ് അല്ലാത്ത ഒരു പണ്ഡിതൻ മസ്അലയ്ക്ക് വേണ്ടി തെളിവുകൾ പരതി അതിൽ നിന്നും മഹാന്മാരുടെ കൗല് മുൻഗാമികളായ അസ്ഹാബിന്റെയോ ഇമാമിന്റെയോ കൗല് പരിശോധിച്ച് അതിൽ നിന്നും സാമ്യത മനസ്സിലാക്കി പറയുന്ന കൗലുകൾക്കാണ് ബഹസ് എന്ന് പറയുന്നത്. ബഹസ് അസ്ഹാബുൽ വുജൂഹിന്റെ ദർജ എത്താത്ത അഥവാ മദ്ഹബിൽ ഇജ്തിഹാദ് ചെയ്യാനുള്ള അസ്ഹാബുൽ വുജൂഹിന്റെ ദർജ എത്താത്ത ഉലമാക്കൾ മദ്ഹബിന്റെ ഉസൂലും ഖായിദയും അംഗീകരിച്ചു കൊണ്ട് നടത്തുന്ന അന്വേഷണ പ്രക്രിയയുടെ ഫലമാണ് ബഹസ്. അപ്പൊ അതെന്താ? മദ്ഹബിന്റെ ഉസൂൽ അനുസരിച്ചൊക്കെ തന്നെ നേരത്തെ പറഞ്ഞ ഏത് മുഖ്താർ എന്ന് പറയും പോലെ ഉസൂലിന്റെ ഖായിദ മദ്ഹബിന് പുറത്തല്ല, മദ്ഹബിന്റെ ഉസൂലിൽ നിന്നുകൊണ്ട് തന്നെയാണ്. പക്ഷെ ആൾ എവിടെ എത്തിയിട്ടില്ല? അസ്ഹാബുൽ വുജൂഹിന്റെ ഇജ്തിഹാദിന്റെ ദർജയിൽ എത്തിയിട്ടില്ല. അപ്പൊ ഇജ്തിഹാദിന്റെ ദർജയിൽ എത്താത്ത ഇൽമുള്ള ഉലമാക്കള് ബഹസായി പറയും. അത് ഇപ്പോഴുള്ള വലിയ ഉലമാവും ഫുഖഹാവും പറയാറുണ്ട് ബഹസായിട്ട്. അതായത് ഷാഫി മദ്ഹബിന്റെ ഉസൂലൊക്കെ നിലനിർത്തിക്കൊണ്ട് ആ ഉസൂലിന്റെ അടിസ്ഥാനത്തിൽ മുൻഗാമികൾ പറഞ്ഞ സമാനമായ മസ്അലയിൽ നിന്നും ഒരു പുതിയ മസ്അലയുടെ വിധി കണ്ടെത്തുന്ന സംഭവമാണ് ബഹസ്. അങ്ങനെ ബഹസായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു വജ്ഹിന്റെ ഹുക്കുമൊന്നും അതിനില്ല. അതുകൊണ്ട് തന്നെ ഫത്വ ചെയ്യാനോ ഷാഫി മദ്ഹബാണെന്ന് പറയാനോ അതിനും നിവൃത്തിയില്ല. വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ മുഖ്താറിനെ പിന്തുടരുന്ന ആ പറഞ്ഞ ആളെ പിന്തുടർന്നുകൊണ്ട് ചെയ്യാം എന്ന് പറഞ്ഞതുപോലെ ഇമാം അല്ലാമത്ത് സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ കൗലെടുത്തുകൊണ്ട് ഒരാൾക്ക് സ്വന്തത്തിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്നാൽ അതെന്തല്ല, മദ്ഹബിന്റെ വജ്ഹല്ല. സമയം എന്തായിരുന്നു? എന്നാലും ഞാൻ നിഫാസ് കുറച്ചുള്ളതിൽ പറഞ്ഞു തീർക്കാം. റാബിയുഹ നാലാമത്തത് നിഫാസുൻ. നിഫാസ് ഉണ്ടാകലാണ് കുളിയുടെ കാരണം. എന്നാൽ കുളിക്കലെപ്പോഴായി എന്ത് താഴുഹു? നിഫാസ് മുറിയലാണ്. നിഫാസ് മുറിയൽ കുളിയുടെ കാരണമല്ല, കുളിയുടെ വക്കത്ത് കിടക്കാനുള്ള സബബ. മനസ്സിലായില്ല? അത് നോക്കണ്ട ശരിയാ. ചിലപ്പോ അങ്ങനെ ആരൂരിൽ ചിലപ്പം ഇതുണ്ട്, പാരസി ഭാഷ വരും. അത് ചിലപ്പോ പഠിക്കണതാണ്. മനസ്സിലായില്ലേ? മൂപ്പര് ചിലപ്പോ മലയാളം പറയും, ചിലപ്പോ അറബി പറയും, ചിലപ്പോ പാരിസി പറയും. ആ പാരിസിയാണ് ഇപ്പൊ ആ കാണുന്നത്. തിരിച്ചിരിക്കുന്ന ബേജാറാണ്. എന്ത് ഭാഷ പഠിച്ചോനെ ഇത്? ആര് ചോദ്യചിഹ്നിട്ട് ശരി ആൾക്ക് എനിക്കറിയാം. അത് മൂപ്പർക്ക് ചിലപ്പം വരുന്ന ഈ പാരിസിയാ. തന്നെ സാരില്ല. നിഫാസുനായി എന്തിട്ടാവും? ഇനി നിഫാസ് എന്ന് പറഞ്ഞാൽ എന്താ? ആയിരി അടക്കണ്ട. നിഫാസ് എന്ന് പറഞ്ഞാൽ ദമു ഹൈലിൻ, ഹൈദ് രക്തം തന്നെയാണ്. പക്ഷേ എങ്ങനത്തെ ഹൈദ് രക്തം? മുജ്തമിഅൻ, ഒരുമിച്ച് കൂടി നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോലെ ഗർഭധാരണം നടക്കലോട് കൂടി എന്തുവരും? ഗർഭാശയ മുഖം അടയും. നമ്മൾ പറഞ്ഞല്ലോ ഹൈദ് ഉണ്ടാകുന്നത് ഗർഭാശയത്തിന്റെ അങ്ങേയറ്റത്തുനിന്നാണ്. ഗർഭാശയ മുഖം ഇങ്ങേയറ്റ. അപ്പൊ പുറത്തു പോകാനും അകത്ത് കിടക്കാനുള്ള വാതിലടയും ഗർഭധാരണം നടക്കലോട് കൂടി. വാതിലടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ രക്തം അവിടെ കെട്ടിക്കിടക്കാണ്. മാസത്തിൽ സാധാരണഗതിയിൽ അത് പുറപ്പെട്ടുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. പക്ഷേ പുറത്തേക്ക് പോരാൻ ഡോറ് അടക്കപ്പെട്ടത് കൊണ്ട് അതിന്റെ ഉള്ളിൽ കെട്ടിക്കിടക്കാണ്. യഹ്റുജു, അത് പുറപ്പെടുക ബഅദ ഫറാഗി ജമീഅ റഹ്ലി, ഗർഭാശയം പൂർണ്ണമായി ഒഴിവായതിനു ശേഷമാണ്. ഇത് പൂർണ്ണം എന്നറിയാ കുട്ടി പുറപ്പെടാൻ തുടങ്ങുന്ന സമയത്ത് ചിലപ്പോൾ രക്തം ഉണ്ടാവും. ആ രക്തം നിഫാസ് അല്ല. ഇനി ഒരു കുട്ടി ജനിച്ചു, അപ്പൊ നോക്കുമ്പോ കുട്ടികളെ ഇരട്ടയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് അടുത്ത കുട്ടി ജനിച്ചത്. ആ ജനിച്ച കുട്ടി ജനിച്ചപ്പോഴാണ് ഗർഭാശയം പൂർണ്ണമായിരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഉണ്ടാകുന്നത് നിഫാസ് ഉള്ളൂ. ഒന്നാമത്തെ കുട്ടിയെ പ്രസവിച്ചതിന് ശേഷം രണ്ടാമത്തെ കുട്ടിയെ പ്രസവിക്കുന്നതിന്റെ ഇടക്കുണ്ടായ 5-8 മണിക്കൂർ അല്ലെങ്കിൽ 5-6 മണിക്കൂർ അല്ലെങ്കിൽ 10-12 മണിക്കൂർ ഉണ്ടെങ്കിൽ ആ രക്തം നിഫാസ് അല്ല. അതാണ് മുഴുവൻ പറഞ്ഞത്. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അത് മുഴുവനായും പുറപ്പെട്ടു വന്നതിന് ശേഷം പിന്നീട് പുറപ്പെടുന്നത് എന്ത് കൂട്ടുള്ളൂ? നിഫാസായി കൂട്ടുള്ളൂ. മറ്റേതിനെ തൊൽക്ക് എന്നാ പറയാം. പ്രസവ വേദന നല്ലോണം ശക്തിപ്പെടുന്ന സമയത്ത് തന്നെ രക്തം പുറപ്പെടാൻ തുടങ്ങും. കുട്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്തും തുടങ്ങും. ഒരു കുട്ടി പ്രസവിച്ച് അടുത്ത കുട്ടിയെ പ്രസവിക്കുന്നതിന്റെ ഇടക്കുണ്ടാവും. ഇതിനൊക്കെ തൊൽക്ക് എന്നാ പറയാം. അത് ഇസ്തിയാബത്തിന്റെ കൂട്ടത്തിലാണ്. ഏതിലല്ല? ഹൈദിലും അല്ല, നിഫാസിലും അല്ല. മനസ്സിലാക്കേണ്ടത് തൊൽക്ക് ഇസ്തിയാബത്തിന്റെ കൂട്ടത്തിലാണ് എണ്ണേണ്ടത്. ആട്ടെ, അപ്പൊ പിന്നെ ഈ രക്തം അവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കാനുണ്ടാവും.
ഉണ്ടാവുമോ? 4 മാസം വരെ കുട്ടി ഔദ്യോഗിക ജീവൻ ലഭിക്കാതെ ഉണ്ട്. ഔദ്യോഗിക ജീവൻ ഞാൻ ബോധപൂർവം പറഞ്ഞു തന്നെ. ബീജത്തിന് വരെ ഒരു തരത്തിലുള്ള ജീവനുണ്ട്. അതിങ്ങനെ ബീജവും അണ്ടവും കൂടി സങ്കലിച്ച് ഭ്രൂണമാകുമ്പോൾ അതിനൊരു പ്രത്യേക തരം ജീവനുണ്ട്. എങ്കിൽ പോലും ഔദ്യോഗിക ജീവനല്ല. ഔദ്യോഗിക ജീവൻ 4 മാസം പൂർത്തിയാകുമ്പോഴാണ് പ്രവേശിപ്പിക്കുന്നത്, റൂഹ് എന്ന് പറയുന്നത്. അവിടെ മുതൽ കുട്ടിക്ക് ഭക്ഷണം വേണം. പക്ഷേ ആ കുഞ്ഞിന്റെ വായ് തുറക്കപ്പെട്ടിട്ടുണ്ടാവില്ല. അത് പ്രസവിക്കലോടുകൂടിയേ കുഞ്ഞിന്റെ വായ് തുറക്കൂ. അതുവരെ വായ് തുറന്നിട്ടുണ്ടാവില്ല. വായ് തുറക്കാത്ത കുഞ്ഞിന് ഭക്ഷണം വേണമല്ലോ. ആ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊക്കിളിലൂടെ ഒരു കുഴലിട്ട് കൊടുക്കുന്നത്. ഈ കുഴലിലൂടെ പിന്നീട് അങ്ങോട്ടുണ്ടാകുന്ന ഹൈദ് രക്തങ്ങളൊക്കെ കുഞ്ഞിന് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നു. നേരത്തെ അവിടെ കെട്ടിക്കിടന്ന രക്തം കുഞ്ഞിന്റെ വയറ്റിലേക്ക് കയറുന്നില്ല. ശ്രദ്ധിക്കണം. 4 മാസം വരെ ഉണ്ടായ ഹൈദ് രക്തം കുഞ്ഞിന്റെ വയറ്റിലേക്ക് എത്തുന്നില്ല. കാരണം അത് ദുഷിച്ചുപോയി. അത് ഞാൻ കുഞ്ഞിന് കൊടുത്തൂടാ. ഇനി ഹൈലായി പുറത്തു പോരാനില്ല. 4 മാസം മുതൽ കുഞ്ഞ് പ്രസവിക്കുന്നത് വരെ ഹൈലായി വരേണ്ട രക്തം പുറത്തേക്ക് വിടാതെ ഈ പൈപ്പ് മുഖേന അല്ലാഹു തആല കുഞ്ഞിന്റെ വയറ്റത്തെത്തിക്കുന്നു. എന്നാലും അല്ലാഹു തആല ചെയ്തെന്ന ബഹുമാനം നോക്കി നിങ്ങള്. ആ വയറ്റിന് ഈ പൊക്കിള് കൂടെ പൈപ്പിട്ട് കൊടുക്കല്ലാതെ വായിലൂടെ കൊടുത്തേക്കാണെങ്കിൽ എന്തിന് നന്ന്. ആയി മനുഷ്യൻ 4 മാസം ഈ ചൊള്ളേ കൂടെ പള്ളേക്ക് ആ ദുഷിച്ച ചോര കുടിച്ച് വന്ന അമുക്ക് എന്നാരെങ്കിലും പറഞ്ഞാൽ എന്താ നമ്മൾ കാട്ടുക? അതങ്ങനെ വേണ്ട. വലക്കത് കറന്ന ബനിയാദെന്നാൽ മനുഷ്യനെ നമ്മൾ ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആദരവിന്റെ ഭാഗമാണ്. കുഞ്ഞിനവിടെ ഭക്ഷണം വേണം. അവിടെ വേറെ ഭക്ഷണമില്ല. ഒരു കഫ്തീരിയം കൂടി അതിന്റെ ഉള്ളിലില്ല. അങ്ങനെ വരുമ്പോ കുട്ടി പട്ടിണി കിടക്കും. കുട്ടി പട്ടിണി കിടക്കുമ്പോൾ നേരത്തെ അവിടെ വന്ന് കിടക്കുന്ന ചോര ഉണ്ടാവും. കുട്ടി സ്വാഭാവികമായിട്ടും അത് കുടിക്കും. അപ്പൊ അതിന് തൊള്ള തുറന്നു കൊടുക്കൂല. അപ്പം തൊള്ളവിടെ അടച്ചിടും. എന്നാ പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള കുട്ടിക്ക് ജീവിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് ഇനി ഹൈലായി പുറത്തു വിടാതെ കുട്ടിയുടെ പൊക്കിൾ കൊടിയിലൂടെ അകത്തേക്ക് അല്ലാഹു തആല കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ നേരത്തെ ഇതിൽ നിറഞ്ഞ ഈ രക്തോ കുട്ടിക്ക് നല്ല നീന്തി തുടിക്കാനുള്ള നല്ല സുഖമുള്ള ഒരു കുളമായി അതിലിങ്ങനെ കെട്ടിക്കിടക്കുക. അത് പൂർണ്ണമായി ഗർഭാശയത്തിൽ നിന്ന് കുട്ടി പുറത്തു പോന്നാൽ കുറേശ്ശായിട്ട് അതിങ്ങനെ പുറത്തു വരും. അപ്പൊ നേരത്തെ 4 മാസത്തിൽ പുറത്തു വരേണ്ട ഹൈദ് രക്തം കെട്ടിക്കിടന്നത് പുറത്തു വരലാണ് യഥാർത്ഥത്തിൽ നിഫാസ്. പിന്നെ വാക്കല്ലുഹു അതിന് ചുരുങ്ങിയത് ലഹ്വ സെക്കൻഡ് സമയമാവാം. അത്രേ ഉള്ളൂ. ഒറ്റതില് ആണ് പോകുന്നു. കഴിഞ്ഞു. ഹലാസ് പിന്നില്ല. അങ്ങനെയും ആവാം. തീരെ ഇല്ലാതെയും അപ്പൂർവം ഉണ്ടാവാം. വാരിബു എന്നാൽ സാധാരണഗതിയിൽ 40 യൗമൻ 40 ദിവസമാകാം. ഹൈദ് 6-7 ദിവസം ഉണ്ടാകുന്നത് പോലെ സാധാരണഗതിയിൽ 40 ദിവസമാവാം. എല്ലാവർക്കും ഒന്നും 40 ദിവസം ആവൂല. നമ്മളെ നാട്ടിൽ ചില പെണ്ണുകൾ 28 40 ഒഴിക്കലില്ലേ? ഇപ്പൊ ചില ആൾക്കാര് 24 60 ഉച്ചയ്ക്ക്, അങ്ങനെ 28 ചിലപ്പോ 40 ഒഴിച്ചു. ശുദ്ധിയായിരുന്നെങ്കിൽ മതി 28 വേണ്ട. ഒരു പെണ്ണ് 15 ദിവസം കഴിഞ്ഞപ്പോ ശുദ്ധിയായിരുന്ന അന്ന് ഒളിച്ചോളം ആയിപ്പെട്ടത് ഈ കാര്യങ്ങൾ നച്ചത്തോണ്ട്. ഏത് 15ന്റെ അന്ന് ശുദ്ധിയാകാന്ന് പറഞ്ഞല്ലപ്പോ. 15ന്റെ അന്ന് ശുദ്ധിയാ. 15ന്റെ ശുദ്ധിയായ അന്ന് 40 ഒഴിക്കണില്ലേ? 40 അല്ല, അക്സറന്നെ ആയിക്കോട്ടെ. 60 ഒഴിച്ചു എന്ന് പറഞ്ഞാല് എങ്ങനെ പറഞ്ഞതാ? 24ന്റെ അന്ന് 60 ഒഴിച്ച്. അത് പോട്ടെ, നമുക്ക് ഇപ്പൊ പറയണം. പിന്നെ അതിനിപ്പോ ഒരു ആരെങ്കിലും കേൾക്കണമെന്നുണ്ടെങ്കിൽ ഓർക്ക് ഇനിയിപ്പോ ഒരു പുറത്തേക്ക് വേണ്ട അല്ലേ? അതിനൊരു ആൾക്ക് പറയുമ്പോ ഓർക്കൊരു പുറത്തേക്ക് മൂല്യാരുണ്ട്. അപ്പൊ ഇതിന്റെ അതൊക്കെ പറയുന്നുള്ളൊരു പുറത്തേട് ഉണ്ടാവും. വേണ്ട. അതെ. അക്സറുഹൂസിത്തുരയുമ അധികം പോയാൽ 60 വരെ പോകാം എന്നാണ് അതിന്റെ യുക്തി. ഹിക്മത്ത് ചിലവര് പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ കൃത്യമായിക്കൊള്ളുന്നില്ല. ഹിക്മത്ത് പറയുന്നത് സംഗതിയിൽ ഒത്തു എന്നോളുന്നില്ല. 60 ദിവസം എന്ന് പറയുന്നതിന്റെ യുക്തി, ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ ഹൈദുണ്ടായാൽ എത്ര ഉണ്ടാവാം? 15 ദിവസം വരെ ഉണ്ടാകാം. അപ്പൊ 4 ദിവസത്തെ 15 എത്ര ഉണ്ടാവാം? 60 2 15 30, 4 15 60 അപ്പൊ ഏറ്റവും കൂടുതലുള്ള ഹൈദ് 15 ദിവസമാവാം എന്നതുപോലെ 4 മാസത്തിലെ ഹൈദ് ഒരുമിച്ച് കൂടിയത് 60 ദിവസം കൊണ്ട് പുറപ്പെട്ട് തീരാം.
അങ്ങനെ 60 ആകുന്നതിന്റെ പിന്നിൽ അങ്ങനെ ഒരു യുക്തി ഉണ്ട് എന്ന്. അതുകൊണ്ട് നിയമം അതാണ് എന്നല്ല, യുക്തി ചിലപ്പോൾ ശരിയായി എന്ന് വരും, അല്ലെന്നും വരും. ഓട്ടെ, യഹ്റുമുബിഹി നിഫാസ് കൊണ്ട് ഹറാമാകും, മാ യഹ്റുമുബിൽ ഹൈളി ഹൈള് കൊണ്ട് ഹറാമാവുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ ഹൈളു നിഫാസ് കൊണ്ട് ഹറാമാകൽ ഒന്നെ. ജനാബത്ത് കൊണ്ട് ഹറാമാകാത്ത നോമ്പ് നോൽക്കൽ, ഭർത്താവുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടൽ എന്നിവ ഹൈളു കൊണ്ടും ഹറാമാകും, നിഫാസ് കൊണ്ടും ഹറാമാകും. ഇനി വയജിബുൽ ഗുസ്ലു ഹൈളൻ കുളി വിജൂബാവും. ഇതിന്റെ പുറമെ ജനാബത്തുണ്ടായ കുളി വിജൂബാവും, ഹൈളുണ്ടായാൽ കുളി വിജൂബാവും, നിഫാസ് ഉണ്ടായ കുളി വിജൂബാവും. ഇനി അതിന്റെ പുറമെ വിരാദത്തിൻ പ്രസവം കൊണ്ടും എന്താവും കുളി വിജൂബാവും. അത് നല്ലോ പഠിച്ചോളി വേണ്ടവരെ. പെറ്റേന് കുളിക്കുക എന്നല്ല, പെറ്റേനുള്ള കുളിയും നിഫാസിന്റെ കുളിയും കൂടി ഒന്നിച്ച് കുളിച്ചാൽ മതി. ഒരു പെണ്ണിന് നിഫാസ് ഇല്ലാട്ടിക്കോളി, അതാ പറഞ്ഞ പോലെ ബലലിൻ ഒരു നനവും പശർമയില്ല, അങ്ങനെ ഒരു കുട്ടീനോട് പ്രസവിച്ചു, എന്നാലും കുളി നിർബന്ധമാണ്. അപ്പോ പെറ്റോളിന് തന്നെ നിഫാസും ഉണ്ട്, എന്നാ പിന്നെ ഇനി പെറ്റേന് വേണ്ടിയിട്ട് ഒരു കുളി വേറെയും നിഫാസിന് വേണ്ടിയിട്ട് ഒരു കുളി വേറെയും ആണോ? വേണ്ട. നിഫാസ് നിന്ന് ശുദ്ധിയായതിന്റെ ശേഷം ഒറ്റ കുളി കുളിച്ചാൽ മതി. ഒരു പെണ്ണിന് നിഫാസ് ഉണ്ടായില്ല, എന്നാലും ഓള് കുളിക്കണം. അപ്പൊ ഓള് എന്തിനാ കുളിക്കുന്നത്? ഓള് കുളിച്ച പ്രസവിച്ചതിന്. അപ്പൊ നിഫാസ് ഉണ്ട്, എന്നാ അതിന് കുളിച്ചാൽ തന്നെ പ്രസവത്തിന്റെ കുളിയിൽ പെട്ടു. നിഫാസ് ഇല്ലാതെ ഒരു പെണ്ണ് പ്രസവിച്ചു, എന്നാൽ ആ പെണ്ണ് പ്രസവിച്ചതിന് കുളിക്കണം എന്നർത്ഥം. പിന്നെ അലക്കത്തിൻ വമുദഗത്തിൻ ഉണ്ടോ, അത് പലവും പഠിക്കേണ്ടതാ. ഇടക്ക് പറഞ്ഞ പലപ്പോഴും സംശയം വരുന്നൊരു മസലയാണത്. അതായത് ഒരു സ്ത്രീ അബോർഷനായി, അത് ജത്തക്കട്ടയായിട്ടാണെങ്കിലും വേണ്ടിയില്ല, മാംസക്കട്ടയായിട്ടായാലും വേണ്ടി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ രൂപം വന്നിട്ടില്ല, അവയവങ്ങളൊന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, മനുഷ്യരൂപം വന്നിട്ടില്ല, കേവലം ചോരക്കട്ടയാണ്, അതല്ലെങ്കിൽ കേവലം രക്തക്കട്ടയായിട്ടുള്ളൂ. അങ്ങനെ അബോർഷനായി അല്ലെങ്കിൽ ആക്കാൻ പാടില്ല, പക്ഷേ ആക്കി. എങ്ങനെ? ഒരു പെണ്ണ് ആർത്തവം വെച്ചു, ഗർഭലക്ഷണം കണ്ടു. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ട്. ഈ സമയത്ത് ഗർഭധാരണം കൊണ്ട് അവരെ ജീവന് പോലും അപകടം വരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടു. അങ്ങനെ ഡോക്ടർ സമീപിച്ചവൻ പറഞ്ഞു അത് ഒഴിവാക്കണം എന്നാൽ. അങ്ങനെ ഒഴിവാക്കി. അപ്പൊ മനുഷ്യന്റെ രൂപമൊന്നും ആയിട്ടില്ല, എന്നാലും കുളിക്കണം എന്ന് തന്നെ മനസ്സിലായോ? അപ്പൊ കഴിഞ്ഞു പറ്റാലും കുളിക്കണം. ഗർഭലക്ഷണം കണ്ട് ഗർഭമാണ് എന്ന് ഒരു ഗൈനക്കോളജിസ്റ്റ്, ഒരു വിദഗ്ധനായ ഒരു ഡോക്ടർ ഇത് ഗർഭത്തിന്റെ തുടക്കമാണ്, ഗർഭത്തിന്റെ ആദ്യ ദിശയാണ് എന്ന് സർട്ടിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊക്കെ അത് പുറപ്പെട്ടാൽ കുളിക്കണം. അല്ലാതെ മനുഷ്യരൂപത്തിൽ പ്രസവിച്ചാല് അല്ലെങ്കിൽ ജീവനോട് കൂടെ പ്രസവിച്ചാല് എന്നൊന്നുമല്ല. മനുഷ്യരൂപം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ജീവനുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഗർഭത്തിന്റെ ആദ്യ ദശയാവുന്ന രക്തക്കട്ടയാണ് പുറത്തു പോകുന്നതെങ്കിലും കുളിക്കൽ വുജൂബാണ്. ഉണ്ടോ? ഇനി കൂട്ടത്തിലൊന്ന് പറയാ, അത് നേരത്തെ എണ്ണിപ്പറഞ്ഞപ്പെട്ടിട്ടില്ല, കുളി നിർബന്ധമാവുന്ന മറ്റൊരു കാര്യമാണ് വബി മൗത്തി മുസ്ലിമിൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ മരിക്കുക, ആ മരിച്ചാലും കുളി വുജൂബാകും. പക്ഷേ ആ മനുഷ്യനല്ല വുജൂബാകുന്ന, കുളി നാട്ടുകാർക്കാ. അവിടെ പ്രശ്നം. ഇതുവരെ പറഞ്ഞ അവനാണ് വുജൂബാകുന്നതാ. ജനാബത്തുണ്ടായാൽ ആ കുളിക്കേണ്ടത്, ഹൈലുണ്ടായാൽ അത് നിന്നിട്ട് ഓളാ കുളിക്കേണ്ടത്, നിഫാസ് ഉണ്ടായാൽ ഓളാ കുളിക്കേണ്ടത്, പ്രസവിച്ചാൽ അവളാണ് കുളിക്കേണ്ടത്. മരിച്ച മറ്റു മുക്കല്ലഫീങ്ങളായ ആളുകൾക്കാണ് ഫർള്. അതുകൊണ്ടാണ് കുളിയുടെ കാരണങ്ങൾ 4 എന്ന് പറഞ്ഞ് ചുരുക്കി 5ാമത്തെ ഏച്ചൂട്ടി പറഞ്ഞത്. കാരണം ഇത് കുളി നിർബന്ധമാണ് ഇയാൾക്കല്ല, അയാളെ കുളിപ്പിക്കൽ നമ്മക്ക് നിർബന്ധമാണ്. പക്ഷേ ഏത് മുസ്ലിമിൻ വൈരി ഷഹീദിൻ, ഷഹീദ് അല്ലാത്ത മുസ്ലിം, ഷഹീദ് ഉഹറവിയായ ഷഹീദ് എന്ന് പറഞ്ഞിട്ടും ദുന്യവിയായ ഷഹീദ് പറഞ്ഞിട്ടും 2 ഷഹീദ് ഉണ്ട്. മനസ്സിലായില്ലേ? ഉഹറവിയായ ഷഹീദിനെ കുളിപ്പിക്കണം, കുളി വുജൂബാണ്. ഏതുപോലെ ഒരു സ്ത്രീ പ്രസവവേദന തുടങ്ങി പ്രസവ സംബന്ധമായ കാരണത്താൽ മരണപ്പെട്ടു, ഉഹറവിയായ ഷഹീദാണ്. ശ്രോതാക്കന്മാരുടെ ദർജയുണ്ടോ? പരലോകത്തെത്തുമ്പം നല്ല ഷഹീദ് തന്നെ, പക്ഷേ കുളിപ്പിക്കണം, മയ്യിത്തുസ്കരിക്കണം. കാരണം എന്താ? അത് ദുന്യവിയായ ഷഹീദല്ല, ഉഹറവിയായ ഷഹീദാ.
അതേ സമയത്ത് തന്റെ ഭൂമി കയ്യേറാൻ വന്നു, അല്ലെങ്കിൽ തന്റെ മോളെയോ ഭാര്യയെയോ കയ്യേറാൻ വന്നു, അവിടെ തടഞ്ഞു, ആക്രമിക്കുന്നു, ഓനും ഷഹീദാ. പക്ഷേ ഓനെ കുളിപ്പിക്കണം. ആ ഷഹീദല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ രക്ഷയ്ക്ക് വേണ്ടി, മുസ്ലിം രാജ്യത്തിന്റെ രാജ്യരക്ഷയ്ക്ക് വേണ്ടി, മുസ്ലിം ഗവൺമെന്റിന്റെ ഔദ്യോഗികമായ നിലക്കുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ട് ശത്രുവുമായി കൊണ്ടുള്ള യുദ്ധത്തിൽ മരണപ്പെട്ടാൽ അവനാണ് ഔദ്യോഗിക ഷഹീദ്. ആ ഷഹീദിനെ കുളിപ്പിക്കാൻ പാടില്ല. രക്തത്തോടു കൂടി ആ രക്തം പുരണ്ട വസ്ത്രത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ മറമാടേണ്ടത്. അവിടെ കുളിപ്പിക്കാനും പാടില്ല, നിസ്കരിക്കാനും പാടില്ല. അല്ലാത്തവരൊക്കെ ഉഖ്റവിയായ ഷഹീദായിട്ട് പലരുണ്ട്. അവർക്ക് കുളിപ്പിക്കുകയും വേണം, അതുപോലെ തന്നെ നിസ്കരിക്കുകയും വേണം. അപ്പൊ ഷഹീദ് പറഞ്ഞാൽ ദുന്യവിയും ഉഖ്റവിയുമായ ഷഹീദ് അല്ലാത്ത ആളുകൾ, രണ്ടും കൂടിയായ ഷഹീദ്. ചിലപ്പോ ദുന്യവി മാത്രം ഉഖ്റവിയാവില്ല. കാരണം ആ മുനാഫിഖ് ചെയ്യുന്നു ലോകമാന്യത്തിന് വേണ്ടി യുദ്ധം ചെയ്തതാണ്. എന്നാൽ ദുന്യാവിൽ ഷഹീദ് തന്നെ പറയാം, ആഖിറത്തിൽ ഷഹീദില്ലെങ്കിലും എന്നാലും അവിടെ കുളിപ്പിക്കണം. അപ്പൊ മുസ്ലിം ഗവൺമെന്റിന്റെ ഔദ്യോഗികമായ യുദ്ധം ചെയ്യുന്ന രാജ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ അവരാണ് ഷഹീദ്. ആ ഷഹീദിനെയാണ് കുളിപ്പിക്കേണ്ടത്. അല്ലാത്ത ഷഹീദുണ്ട്, ഒരുത്തൻ തന്റെ ഭൂമി കയ്യേറാൻ വരികയാണ്, ഓനെ തടഞ്ഞപ്പോ മറ്റോൻ വെടിവെച്ചു, ഓൻ മരിച്ചു, ഓനും ഷഹീദ് തന്നെ, പക്ഷെ കുളിപ്പിക്കണം. അതുപോലെ തന്നെ അവന്റെ ഭാര്യയെ മക്കളെയോ ആക്രമിക്കാൻ വരുന്നു, അത് ഇവൻ തടയാൻ ശ്രമിച്ചപ്പോ അക്രമി വെട്ടിക്കൊന്നു, എന്നാലും ഓൻ ഷഹീദാണ്. നേരത്തെ പറഞ്ഞവർക്ക് പ്രസവ സംബന്ധമായ കാരണങ്ങളാൽ ഒരു സ്ത്രീ മരണപ്പെട്ടു, അവരും ഷഹീദാണ്. പക്ഷെ അതൊക്കെ ഉഖ്റവിയായ ശോതാക്കളാണ്, അവരൊക്കെ കുളിപ്പിക്കണം. അല്ലാത്ത ഷഹീദിനാണെങ്കിൽ കുളിപ്പിക്കേണ്ടതില്ല. ഇനി കുളിന്റെ ഫർളാണ് ഇൻഷാ അല്ലാഹ്. അത് നാളെ. സമയം കുറച്ച് നീണ്ടുപോയി, എന്നാലും ആ വിഷയം പൂർത്തിയാക്കണമല്ലോ എന്നുള്ള. ഇനി കുറച്ചു നേരം ചോദ്യമൊക്കെ ആയിട്ട് പോവാം. ഈ ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും.